بسم الله الرحمن الرحيم नूर से अपने सरवर आलम, नूर से अपने सरवर आलम दुनिया जगमगाने आए, दुनिया जगमगाने आए। नूर से अपने सरवर आलम दुनिया जगमगाने आए। बिस्मिल्लाहि वल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशरफि रसूलिल्लाह വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ അധ്യക്ഷൻ AKC മുഹമ്മദ് ഫൈസി ഉസ്താദ്, CM യൂസുഫ് സഖാഫി, TP ഹുസൈൻ ഹാജി, TPC മുഹമ്മദ് സാഹിബ്, ഹാജ സഖാഫി, നല്ലവരായ കരുവമ്പൊയിൽ പ്രദേശത്തെയും പരിസരത്തെയും സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1485 ജന്മദിനം ലോകം സമുചിതമായി ആഘോഷിച്ചു വന്നത് നമുക്കേവർക്കും അറിയുന്ന, നാം മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ ആവേശപൂർവം 10 മടങ്ങ് ആവേശത്തോടുകൂടെയാണ് ഓരോ വർഷവും നബിദിന പരിപാടികൾ എല്ലാ പ്രദേശത്തും നടന്നുവരുന്നത്. അങ്ങനെ നബിദിന പരിപാടികൾ ഇങ്ങനെ നടന്നുവരുന്ന സമയത്ത് പിശാചിന്റെ അനുയായികൾക്ക്, പിശാചിന്റെ മക്കൾക്ക് അടങ്ങിയിരിക്കാൻ സ്വാഭാവികമായിട്ടും കഴിയില്ല. കാരണം എവിടെ നോക്കിയാലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കീർത്തനങ്ങളാണ് കേട്ടുവരുന്നത്. അങ്ങനെ ഈ ഒരു മദ്ഹ് കീർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമൂഹത്തെ ഇനി പിന്തിരിപ്പിക്കാൻ എന്ത് വഴിയുണ്ട് എന്ന ചിന്ത, ആ ചിന്തയിൽ നിന്നാണ് ഹബീബിനെ ഒന്നുകൂടി താഴ്ത്തിക്കെട്ടിയിട്ട് സമൂഹത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ ചില പുതിയ തന്ത്രങ്ങൾ, ചില ശ്രമങ്ങൾ ചില ഭാഗത്തു നിന്ന് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. അതാരാണ് നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത്, ഈ നടത്തുന്ന ആളുകളുടെ കഴിഞ്ഞ കാലത്തെയും വർത്തമാനകാലത്തെയും അവരുടെ കഥകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കേരളീയ സമൂഹത്തോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല ഒരവസരം എന്ന നിലക്കാണ് കരുവമ്പൊയിൽ പ്രദേശത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ഇവിടെ ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅയുടെ വഴിയിലായി ജീവിച്ചു മരിച്ചുപോയ മഹാന്മാരോടുകൂടെ അള്ളാഹു നമ്മെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഏറ്റവും പുതിയ വിശേഷം, കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പേ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന NDF-ന്റെ മുഖപത്രമായ തേജസ് എന്ന് പറയുന്ന പത്രത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശേഷിപ്പുകളെയും ആ വ്യക്തിത്വത്തെയും ഇടിച്ചു താഴ്ത്തുന്ന നിലക്ക് കേരളത്തിൽ എവിടെയും ഒരു ചെറിയ ആല് പോലും കയറി നിൽക്കാൻ കിട്ടാതെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പിശാച്. അങ്ങനെയാണല്ലോ, എവിടെയും ഒരാലും കിട്ടാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറെ കാലം അങ്ങേരെ നമ്മൾ കണ്ടത് ഈ കൊടിയത്തൂർ ഭാഗത്തൊക്കെ അങ്ങനെ നടക്കുന്നത് കണ്ടിരുന്നു. കൊടിയത്തൂർ ഭാഗത്തുകൂടിയൊക്കെ ഇങ്ങനെ നടന്നുപോയി കുറെ കാലം വെള്ളിമാട് കുന്നിലെ മാധ്യമം പത്രത്തിൽ നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്നും ഇറക്കിവിട്ട്, ഓരോ സ്ഥലത്തു നിന്നും ഇറക്കിവിട്ട് അവസാനം ഇപ്പോൾ അദ്ദേഹം ഏറ്റവും നല്ല ഒരു താവളത്തിൽ എത്തിയിരിക്കുകയാണ്. ഏറ്റവും നല്ല ഒരു ആൽമരത്തിലാണ് എത്തിയിരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ്
ഈ ഒരു പുതിയ കാര്യവുമായിട്ട് ഇങ്ങേര് രംഗത്തേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന ഈ ഒരു സാഹചര്യവും അത് എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയ പത്രവും ആ പത്രത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും അവരുടെ കഴിഞ്ഞ കാലത്തെ ചെയ്തികൾ എന്തൊക്കെയായിരുന്നു, ഭാവിയിലേക്കുള്ള അവരുടെ അജണ്ട എന്താണ് എന്നൊക്കെ നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യാം. NDF എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 20 കൊല്ലക്കാലമായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ്. കഴിഞ്ഞ 20 കൊല്ലക്കാലമായി പ്രവർത്തിച്ചു വരുന്ന NDF എന്ന് പറയുന്ന പ്രസ്ഥാനം ഇടക്കാലത്ത് ചില സമയങ്ങളിലൊക്കെ അതിന്റെ പേരുകളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇപ്പോ അത് 4ാമത്തെയോ 5ാമത്തെയോ പേരിലാണ് ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്രസ്ഥാനത്തിന് അവര് ഊർജം സ്വീകരിച്ചിരിക്കുന്നത്, അവർക്ക് അതിനുവേണ്ട അടിത്തറ അവർ സ്വീകരിച്ചിരിക്കുന്നത് തനി വഹാബിയത്തിൽ നിന്നാണ് എന്ന കാര്യവും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. വഹാബിയത്ത് എന്ന് പറയുമ്പോൾ 2.5 നൂറ്റാണ്ട് മുമ്പ് വിശുദ്ധ ഇസ്ലാമിന്റെ ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയിലെ നജ്ദിൽ തുടക്കം കുറിച്ച മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ പ്രസ്ഥാനം, ആ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ ഒരു പ്രസ്ഥാനം, അതേ പ്രസ്ഥാനമായിരുന്നു ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയും ഒമാനും പരിസരത്തുള്ള രാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കഴുത്തറുത്തുകൊണ്ട് ചോരപ്പുഴ ഒഴുക്കിയിട്ട് അധികാരം പിടിച്ചെടുത്തിരുന്ന ഈ ഒരു പ്രസ്ഥാനം. ആ ഒരു പ്രസ്ഥാനം 2.5 നൂറ്റാണ്ട് മുമ്പ് നജ്ദിലും പരിസരത്തുമൊക്കെ തങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങുകയും അതിലൂടെ അങ്ങനെ മുന്നോട്ട് പോരുകയും ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. കുറച്ചുകൂടി കാലം കഴിഞ്ഞു അത് ഇന്ത്യയിലെ നമ്മുടെ കേരളക്കരയിൽ ഏകദേശം 90 വർഷം മുമ്പെയാണ് ഈ ഒരു അസുഖം കേരളത്തിലെ ചില ആളുകൾക്ക് പിടിപെടുന്നത്. അങ്ങനെ ഏകദേശം ഒരു 90 വർഷം മുമ്പേ കേരളക്കരയിൽ തുടങ്ങിയ ഇതേ വഹാബി പ്രസ്ഥാനം, ആ വഹാബി പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുക എന്നുള്ളതായിരുന്നു. എന്തിനാണ് മുസ്ലിംകളുടെ പേരിലുള്ള ഒരു പ്രസ്ഥാനം മുസ്ലിം ഉമ്മത്തിന്റെ ഐക്യം തകർക്കുന്നത്? അതെന്തിനാണ് എന്ന് ബ്രിട്ടീഷുകാരാൽ വിരചിതമായ ധാരാളം ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് വഹാബി പ്രസ്ഥാനം എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനം ലോകത്ത് ഉദയം ചെയ്തത് എന്നും ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമുള്ള ചരിത്രം അത് ധാരാളം പ്രബന്ധങ്ങളിൽ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ അതിന് സ്വീകരിച്ചിരിക്കുന്ന വഴികൾ ഇന്നതായിരുന്നു എന്നുകൂടി വെള്ളക്കാർ ഓറിയന്റലിസ്റ്റുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവരങ്ങനെ മുന്നോട്ട് പോരുകയും അധികാരമാകുന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കാൻ വേണ്ടിയിട്ട്, പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യയും പരിസരത്തുള്ള രാജ്യങ്ങളും പിന്നെ ലോകവും കീഴടക്കാൻ വേണ്ടിയിട്ട് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൽ രൂപം കൊടുക്കപ്പെട്ട് 4 ഖലീഫമാരിലൂടെയും ശേഷമുള്ള മഹത്തുക്കളായ ആളുകളിലൂടെയും ലോകത്ത് നിലനിന്നു വന്ന ഇസ്ലാമിക ഖിലാഫത്ത് അതെന്തൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ന്യൂനതകളും ഉണ്ട് എങ്കിൽ തന്നെയും അത് ലോകത്തെ മുസ്ലിംകളുടെ ഒരു പൊതുവികാരമായിരുന്നു ഇസ്ലാമിക ഖിലാഫത്ത്. തുർക്കി കേന്ദ്രമായി 1922 വരെ നടന്നുപോന്ന ഇസ്ലാമിക ഖിലാഫത്ത്, ആ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്തില്ല എങ്കിൽ തങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ച കുരിശു സേനയാണ് ചില ആളുകളെ കുപ്പായമിടിച്ചുകൊണ്ട് വഹാബിസം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ പ്രേരിപ്പിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോരുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് അവർ മുന്നോട്ട് പോരുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ചിലയിടത്തൊക്കെ മെല്ലെ തുടങ്ങി വരികയും ചെയ്ത കാലഘട്ടം. കുറച്ചുകൂടി കാലം കഴിഞ്ഞു ഇതേ പ്രസ്ഥാനത്തിന്റെ ഊർജം സ്വീകരിച്ചുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് പറഞ്ഞ അതേ ആശയങ്ങളിൽ ചെറിയ ചില ഭേദഗതികൾ വരുത്തിക്കൊണ്ടായിരുന്നു 1940-41 കാലഘട്ടത്തിൽ മൗലാന മൗദൂദി എന്ന് പറയുന്ന അബുൽ അഅ്ല മൗദൂദി ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. മൗലാന മൗദൂദിയുടെ ചരിത്രവും അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളും വിഷയങ്ങളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള സംഗതികൾ തന്നെയാണ്. അവിടെയും ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം ഉമ്മത്തിന്റെ ഈ ഒരു സംഘടിത ശേഷിയെ തകർക്കുക എന്നുള്ള ഏക ലക്ഷ്യം. ആ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു 1940കളിൽ മൗലാന മൗദൂദി തന്റെ പ്രവർത്തനം തുടങ്ങി വരുന്നത്. അങ്ങനെ തുടങ്ങി അങ്ങനെ വന്ന് രാജ്യം സ്വതന്ത്രമായതോടുകൂടിയിട്ട്
അങ്ങനെ 1940-41 കാലഘട്ടത്തിൽ രൂപീകൃതമായ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം 1945 കേരളക്കരയിലും പ്രവർത്തനം ആരംഭിച്ചു. 1945 കേരളക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം ഹാജി സാഹിബാകുന്ന കേരളത്തിലെ ഇതിന്റെ പ്രചാരകനും സ്ഥാപകനുമായ മുഹമ്മദ് അലി ഹാജി സാഹിബ്, അദ്ദേഹം ആദ്യം ചെയ്തത് മുസ്ലിങ്ങളെ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഗല്ലികൾ ഉണ്ടാക്കുക. മുസ്ലിംകൾ ഒരു പള്ളിയുടെ ചുറ്റും അവര് മാത്രം, അവിടേക്ക് ഹൈന്ദവർ വരാൻ പാടില്ല, അവിടെ വേറെ ആരും ഉണ്ടാകാൻ പാടില്ല. ഹാജി സാഹിബിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ധാരാളം കാണാൻ കഴിയും. കേരളക്കരയിൽ ആ കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകന്മാർ മുസ്ലിം ഗ്രാമങ്ങൾ രൂപീകരിക്കുക എന്ന് പറയുന്ന പരിപാടിയായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. നമ്മുടെ കേരളക്കരയിൽ ഇന്നുപോലും, അന്ന് എന്നല്ല ഇന്നുപോലും നമ്മുടെ കേരളക്കരയിലും മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു കെല്ലി ഉണ്ടാക്കേണ്ട സാഹചര്യം ഇല്ല എന്ന കാര്യവും നമ്മൾ അറിയേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മുസ്ലിങ്ങളുടെ മാത്രമായിട്ട് ഗല്ലിയും മുസ്ലിങ്ങളുടേത് മാത്രമായിട്ടുള്ള ജമാഅത്തുകളും അവിടെ മറ്റുള്ള ആളുകളും ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലുണ്ടാകുന്ന ലക്ഷ്യം എന്തായിരിക്കണം? ആ ലക്ഷ്യം വളരെ എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. മുസ്ലിം ജനസാമാന്യത്തെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ആയിരിക്കണം. അങ്ങനെ 1947 മുതൽ ഇവിടെ 45 മുതൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ച ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് ഇന്നും കേരളക്കരയിൽ കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും നല്ല മലയാള സാഹിത്യ പുസ്തകങ്ങൾ ചിലപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാരനെ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാകും. രാവിലെയും വൈകുന്നേരവും 2 നേരവും പല്ല് തേക്കുകയും ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരിലും പ്രവർത്തകന്മാരിലും നമ്മൾ കാണുന്നുണ്ട്. ഇസ്തിരിയിട്ട് ഇസ്തിരി ചുളിയാതെ നടക്കുന്ന ആളുകൾ, ഈ രൂപത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ മുസ്ലിം ജനസാമാന്യത്തിന്റെ ഇടയിൽ ഇറങ്ങി വന്നിട്ട് അവർക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും വലിയ സ്വാധീനവും വിപ്ലവവും ഒന്നും ഉണ്ടാക്കാൻ കേരളക്കരയിൽ കഴിയാതെ അറം പറ്റിപ്പോയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ആ ജമാഅത്തെ ഇസ്ലാമി കേരളക്കരയിലും ഇന്ത്യയിലും ഉയർത്തിയിരുന്ന മുദ്രാവാക്യം ഏറ്റവും വലിയ രാജ്യദ്രോഹപരമായ മുദ്രാവാക്യമായിരുന്നു. എന്താണ് മൗലാന മൗദൂദി മുഴക്കിയിരുന്ന മുദ്രാവാക്യം? അത് ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന മുദ്രാവാക്യമായിരുന്നു. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുമ്പോൾ ആ ഒരു ഉറുദു പദത്തിന്റെ അർത്ഥം, ആ ഒരു ഉറുദു മുദ്രാവാക്യത്തിന്റെ അർത്ഥം നമ്മളെല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട്. ദൈവികമായ ഭരണം സ്ഥാപിക്കുക എന്നുള്ളത്. നമ്മുടെ സമകാലിക ഇന്ത്യയിൽ നിന്ന് ചിന്തിക്കുന്ന സമയത്ത് ശ്രീ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിൽ ഇന്ദ്രപ്രസ്ഥത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യത്തെ ഭരിക്കുന്ന നമ്മുടെ മന്ത്രിസഭയും ഇവിടെയുള്ള ഗവൺമെന്റും മൗലാന മൗദൂദി നിർവചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് പിശാചിന്റെ ഭരണമാണ്. നമ്മുടെ പ്രധാനമന്ത്രിമാരും പാർലമെന്റ് അംഗങ്ങളും ബാക്കിയുള്ള ആളുകളും അതൊക്കെ താവൂത്തി ഗവൺമെന്റിനെ നയിക്കുന്ന ആളുകളാണ്. എന്തു ചെയ്യണം? അതുപോലെയുള്ള ആളുകളെ മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ നമ്മൾ ചെയ്യേണ്ട പണി, ഏറ്റവും പ്രധാനപ്പെട്ട പണി എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ഇസ്ലാമീകരിക്കണം എന്നായിരുന്നു മൗലാന മൗദൂദി പറഞ്ഞത്. ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുക, ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് 1947 പാകിസ്ഥാനിലേക്ക് മൗലാന മൗദൂദി അങ്ങോട്ട് പോയപ്പോൾ ഈ മുദ്രാവാക്യം ജമാഅത്തെ ഇസ്ലാമിക്കാരനെ തിരിഞ്ഞു കൊത്താൻ തുടങ്ങി. പിന്നെ അവൻ അതുമായിട്ട് വല്ലാതെയൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല, അതല്ലെങ്കിൽ അത് പറയാൻ കഴിയാത്ത അവസ്ഥ വന്നു. അങ്ങനെ ചെറിയൊരു മാറ്റം അവർ ഭേദഗതി വരുത്തി. ഞങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇഖാമത്തു ദീനാണ്, ദീൻ നിലനിർത്തുക, മതം നിലനിർത്തുക എന്ന് പറയുന്ന, ദീനിനെ സ്ഥാപിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്ന് തിരിച്ചു മറിച്ചവരിട്ടു. ആ സമയത്ത് അന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനമായിട്ട് അന്നുണ്ടായിരുന്നത്, ഔദ്യോഗികമായിട്ടോ അനൌദ്യോഗികമായിട്ടോ അന്നുണ്ടായിരുന്ന പ്രസ്ഥാനമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന പ്രസ്ഥാനം. ഈ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കരുവമ്പൊയിൽ എന്ന് പറയുന്ന പ്രദേശവുമായിട്ട് വേറെ ഒരു ബന്ധവും ഉണ്ട് എന്ന കാര്യം സഹോദരന്മാര് മനസ്സിലാക്കണം.
എന്താ കരുവമ്പയിൽ എന്ന് പറയുന്ന പ്രദേശത്തിന് സിമി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലാന മൗദൂദി പറഞ്ഞിരിക്കുന്ന ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കുന്ന പ്രസ്ഥാനത്തിന്, അതിന്റെ യുവജന പ്രസ്ഥാനത്തിന് കരുവമ്പയിൽ എന്ന് പറയുന്ന പ്രദേശവുമായിട്ടുള്ള ബന്ധം? അതിന്റെ ഒരുപാട് കാലത്തെ, ദീർഘകാലത്തെ സംസ്ഥാന പ്രസിഡന്റ് കരുവമ്പയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വണ്ടി കയറിപ്പോയ ആളാണ്. അങ്ങനെ കരുവമ്പയിൽ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് കടന്നുപോയ ഇതുപോലെയുള്ള ആളും പരിസരത്തുള്ള ഒന്ന് രണ്ട് മനുഷ്യന്മാരും ചില ചെറുപ്പക്കാർ, ആ കാലത്തുണ്ടായിരുന്ന ചില ചെറുപ്പക്കാർ, അവരായിരുന്നു അന്ന് സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തുകൊണ്ട് അതിന്റേതായ പ്രവർത്തനവുമായി കേരളക്കരയിൽ അവിടെയും ഇവിടെയും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നതായിട്ട് നമ്മൾ കണ്ടിരുന്ന ആളുകൾ. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് തീവ്രവാദം പോരാ എന്നായിരുന്നു സിമിക്കാരൻ പറഞ്ഞത്. എന്തേ? മൗലാന മൗദൂദി പറഞ്ഞ ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇസ്ലാമിക ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി പിന്നോക്കം പോയതോടുകൂടിയിട്ട് മൗലാന മൗദൂദിയുടെ ആശയത്തിൽ നിന്ന് ഇവര് പിന്നോട്ട് പോവുകയും അതിൽ വെള്ളം ചേർക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് സിമി എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്ത്യയിലാകമാനം പുതിയൊരു മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. എന്താണ് ആ മുദ്രാവാക്യം? ആ മുദ്രാവാക്യമാണ് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന മുദ്രാവാക്യം. ചെറിയ ചില ചരിത്രങ്ങളുടെ സ്റ്റെപ്പുകളിലൂടെ നമ്മൾ അങ്ങനെ കയറി പോകുമ്പോ ഇപ്പോൾ ഈ പ്രസ്ഥാനങ്ങളെ എവിടെ നമ്മൾ കാണുന്നു എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ചെറിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അങ്ങനെ മൗലാന മൗദൂദി സ്ഥാപിച്ചിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഉറുദുവിലുണ്ടായിരുന്ന അതേ മുദ്രാവാക്യത്തെ ഒന്ന് മാറ്റിയെടുത്തുകൊണ്ടായിരുന്നു ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന അതിതീവ്രവാദപരമായ മുദ്രാവാക്യം ഈ സിമി എന്ന് പറയുന്ന പ്രസ്ഥാനം മുഴക്കാൻ തുടങ്ങിയത്. 1980കളിൽ ഈ ഒരു മുദ്രാവാക്യവുമായിട്ട് സിമിയുടെ പ്രവർത്തകന്മാര് രാജ്യത്തുടനീളം ഇറങ്ങി പ്രവർത്തനം ആരംഭിച്ചപ്പോൾ, അവർ ചുമരുകളിൽ ഈ ഒരു മാറ്റർ എഴുതി വെച്ചപ്പോൾ, ഈ മുദ്രാവാക്യം എഴുതി വെച്ചപ്പോൾ നമ്മൾ അതിന്റെ പ്രത്യാഘാതം ആദ്യമായിട്ട് കാണുകയായിരുന്നു. എന്താണ് പ്രത്യാഘാതം? തൊട്ടടുത്ത ചുമരിൽ RSSകാരന്റെ മറ്റൊരു മുദ്രാവാക്യം വന്നു. സിമിയുടെ പ്രവർത്തകന്മാര് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞപ്പോൾ മറുകുറി ചാർത്തിയത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് സംഘടനയായ 1925 ഹെഡ്ഗേവാർ രൂപം കൊടുത്ത രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് പറയുന്ന RSSന്റെ പ്രവർത്തകന്മാരായിരുന്നു. അവരടുത്ത ചുമരിൽ എഴുതി വെച്ചു, ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ എന്ന് എഴുതി വെച്ചു. അടുത്ത ചുമരിൽ അവർ എഴുതി വെച്ചത് ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെയായിരുന്നു എന്നവർ എഴുതി വെക്കാൻ തുടങ്ങി. അത് വിളിച്ചുകൊണ്ട് അവർ പ്രകടനം നടത്താൻ തുടങ്ങി. അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഈ ഒരു പേര് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ അവരാക്രമിക്കുകയും കലാപം കൂട്ടാനും തുടങ്ങിയ ഘട്ടം. ആ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അനിഷേധ്യനായ സാരഥി ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, പ്രിയപ്പെട്ട കാന്തപുരം ഉസ്താദ് അന്ന് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഈ മുദ്രാവാക്യം ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിം ജനസാമാന്യത്തിന് ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന മുദ്രാവാക്യമാണ്. സിമിയുടെ പ്രവർത്തകന്മാർ ആ മുദ്രാവാക്യം പിൻവലിക്കണമെന്ന് ആളത്തോടു കൂടിയിട്ട് പത്രസമ്മേളനം നടത്തിക്കൊണ്ട് വിളിച്ചു പറഞ്ഞ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്. കാന്തപുരം ഉസ്താദിനോട് ജമാഅത്തെ ഇസ്ലാമിക്കാരനും അതിന്റെ ശേഷമുള്ള NDF ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, SDPI ആവട്ടെ, ഏത് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർക്കും ഇന്നുമുള്ള ദേശത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കാന്തപുരം ഉസ്താദ് അവരുടെ ഏറ്റവും വലിയ തെരഞ്ഞെടുത്ത ഈ മുദ്രാവാക്യത്തിനെതിരെ ആദ്യമായി രംഗത്ത് വന്നു എന്നുള്ളതായിരുന്നു. വേറെ ആരും ഇറങ്ങുന്നതിന്റെ മുമ്പേ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറയുന്ന മുദ്രാവാക്യം അത് പിൻവലിച്ചില്ലെങ്കിൽ ആപത്താകുമെന്ന് പറഞ്ഞ വ്യക്തിത്വം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദായിരുന്നു. അങ്ങനെ ഈ ഒരു പ്രസ്ഥാനവും അതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുമൊക്കെയായി വന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയും സിമിയും തമ്മിൽ പിരിഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ അതിന്റെ കുറച്ചു മുമ്പേ തന്നെ SIO എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തുകൊണ്ട് ഇതിന് പകരമായിട്ട് മറ്റൊന്നിനെ അവർ രൂപപ്പെടുത്തിയെടുത്തു. അപ്പോഴാണ് നമ്മുടെ കരുവമ്പൊയിലടക്കമുള്ള പ്രദേശത്ത് നിന്ന് ഒറ്റയും തറ്റയുമായിട്ട് സിമിയുടെ കൊടി പിടിച്ചുകൊണ്ട് കോഴിക്കോട്ട് അങ്ങാടിയിലേക്ക് വണ്ടി കയറിയ ആളുകൾ ഒരു കാര്യം ചിന്തിക്കുന്നത്, സിമി എന്ന് പറയുന്ന സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ കടിച്ചു തൂങ്ങിയിട്ട് പിടിച്ചു നിൽക്കാൻ നമുക്ക് മാക്സിമം ഒരു 40-45 വയസ്സ് വരെ കഴിയും. പിന്നെ നമ്മൾ എങ്ങോട്ട് പോകും? ഒരു 45 വയസ്സ് വരെയല്ലേ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ കൊടി പിടിച്ച് നടക്കാൻ കഴിയുക? അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ എങ്ങോട്ടാണ് പോവുക?
അവര് ഒരുപാട് ആലോചനകൾ നടത്തി. ആ ആലോചനകൾ നടത്തിയതിനു ശേഷം യാതൊരു നിലക്കും ഒരാലോചനയും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന് കണ്ട സമയം അന്നാണ് അവരെന്തു ചെയ്യുന്നത്, മറ്റൊരു പരിപാടിയുമായിട്ട് പിന്നെ നമ്മൾ അവരെ കാണുന്നത്. പുതിയൊരു കുപ്പായം ഇട്ടുകൊണ്ട് പിന്നെ നമ്മൾ കാണുകയാണ്. NDF രൂപീകരിക്കുന്നതിന്റെയും സിമിയുടെ പ്രവർത്തനം നിശ്ചലമാകുന്നതിന്റെയും ഇടയിലുള്ള മറ്റൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇവരെ നമ്മൾ കാണുന്നത് മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയൊരു ഓഫീസും അവിടെ ചെറിയൊരു ബോർഡും മേൽവിലാസവും ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് അവിടെ നിന്ന് കുറെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയായിരുന്നു ഈ മനുഷ്യന്മാര് ചെയ്തിരുന്നത്. ഈ സിമിയുടെ പഴയകാലത്തെ നേതാക്കന്മാര് നേരെ അവർ ചെല്ലുന്നത് അരീക്കോട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ ചെന്നുകൊണ്ട് ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ് സ്ഥാപിച്ചു. ഇസ്ലാമിക് ഫൗണ്ടേഷൻ പ്രസ് എന്ന് പറയുന്ന പ്രസ്സിന് അടിത്തറയുണ്ടാക്കാൻ വേണ്ട സമ്പത്ത് മുഴുവനും, ആ കാശ് മുഴുവനും കൊണ്ടുവന്നത് ഷിയ രാഷ്ട്രമായ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്നായിരുന്നു. ഇറാനിൽ ഇമാം ഖുമൈനിയുടെ നേതൃത്വത്തിൽ 1979 ഷിയായിസം കൊടിനാട്ടി വിപ്ലവം രചിച്ച് ഭരണം പിടിച്ചെടുത്തെടുത്ത് നിന്ന് അവര് ആ വഴിക്ക് പോയി കാശ് കൊണ്ടുവന്നുകൊണ്ടായിരുന്നു നമ്മുടെ കേരളക്കരയിൽ പ്രസിദ്ധീകരണങ്ങൾ അവർ തുടങ്ങിയിരുന്നത്. അലി ശരീഅത്തി എന്ന് പറയുന്ന 1970-72 കാലഘട്ടത്തിൽ ഇറാനിലെ വിപ്ലവത്തിന് അടിത്തറ പാകിയ ചിന്തകനായ അലി ശരീഅത്തി എന്ന് പറയുന്ന ഷിയ പണ്ഡിതൻ, അതുപോലെ മുർത്തദ മുത്തഹരി, ബാക്കിർ സദർ, ഇമാം ഖുമൈനിയുടെ പുസ്തകങ്ങൾ, ഇതുപോലെയുള്ള നേരത്തെ പറഞ്ഞവരും അല്ലാത്തവരുമായ ഒരുപാട് ആളുകളുടെ പ്രസിദ്ധീകരണങ്ങൾ കേരളക്കരയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ട് കൊണ്ടുപോയി വിതരണം ചെയ്തത് ഇതേ പ്രസ്ഥാനത്തിന്റെ ആളുകളായിരുന്നു. എവിടെ, ആരാ ഇത് വിറ്റത്? ഇത് 1985 ശേഷം 1990-കൾക്ക് ശേഷം കോഴിക്കോട്ടങ്ങാടിയിൽ വിറ്റ 2 കടകൾ മാത്രമേ ഉള്ളൂ. അത് ബാക്കിർ സദറിന്റെ പുസ്തകമാവട്ടെ, അലി ശരീഅത്തിയുടെ പുസ്തകമാവട്ടെ, ഇമാം ഖുമൈനിയുടെ ഇസ്ലാമിക ഗവൺമെന്റ് എന്ന് പറയുന്ന പുസ്തകമാവട്ടെ, ആ പുസ്തകങ്ങൾ മുഴുവനും പ്രിന്റ് ചെയ്ത് മലയാളത്തിൽ വിൽപ്പന നടത്തിയ 2 സ്ഥാപനങ്ങൾ. ഒരു സ്ഥാപനം കോഴിക്കോട്ട് വലിയങ്ങാടിയിൽ നിന്ന് കിഴക്കോട്ട് നമ്മൾ വലിയ പറമ്പ് പള്ളിയുടെ മുമ്പിലൂടെ വരുന്ന സമയത്ത് അവിടെ ഒരു വീട് കേന്ദ്രമായിട്ട് ഒരു ചെറിയ ബുക്ക് ഷോപ്പും ഒരു ഓഫീസും ഉണ്ടായിരുന്നു. ആ ഓഫീസായിരുന്നു സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഓഫീസ്. ആ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലെ ചില്ലിട്ട അലമാരകളിലായിരുന്നു ഇമാം ഖുമൈനിയുടെ അതുപോലെ ഷിയ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ ഇവർ കൊണ്ടുപോയി വിറ്റിരുന്നു. ഒരു വിൽപ്പനശാലയോ പ്രദർശിപ്പിച്ച സ്ഥലമോ അത് ചെലവാക്കിയിട്ട് ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിച്ച സ്ഥലമോ ഒന്നാമത്തേത് ഈ പറയുന്ന സ്ഥലമായിരുന്നു. രണ്ടാമത്തേത് കോഴിക്കോട് പാളയം മൊഹീദ്ദീൻ പള്ളിയുടെ സമീപത്ത് IPHന്റെ പുസ്തകക്കടയുണ്ട്. ആ പുസ്തകക്കടയിലായിരുന്നു രണ്ടാമത് നമ്മൾ കണ്ടിരുന്നത്. ഇന്ത്യയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കേരളക്കരയിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കടകളിൽ പോലും അലി ശരീഅത്തിയുടെ, ഖുമൈനിയുടെ അതുപോലെയുള്ള ആളുകളുടെ പുസ്തകം നമ്മൾ കണ്ടിരുന്നില്ല. ഇവിടെ വിപ്ലവമുണ്ടാക്കാൻ ആവശ്യമായ രൂപത്തിൽ ഇറാനിൽ വിപ്ലവമുണ്ടാക്കിയതുപോലെ വിപ്ലവമുണ്ടാക്കാൻ വേണ്ട പുസ്തകങ്ങൾ രചിച്ചുകൊണ്ട് 2 പുസ്തകശാലകളിലൂടെ കൊണ്ടുപോയി വിറ്റ് കുറെ കാലം ബുക്ക് വിറ്റ് അങ്ങനെ ജീവിച്ചു. എന്നിട്ടും ക്ലച്ച് പിടിക്കുന്നില്ല. ഈ ബുക്ക് ആര് വാങ്ങാനാ? അതുമായിട്ട് അങ്ങനെ നടന്ന സമയം 1980-കളുടെ അവസാനം 90-ന്റെ തുടക്കം. അപ്പം വേറെ ഒരു ചെറിയ കാര്യം ഇവരങ്ങനെ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചത്? അങ്ങ് കൊല്ലം ജില്ലയിൽ നിന്ന് തെക്കൻ കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ, ഇസ്ലാം മത പണ്ഡിതൻ, പട്ടിക്കാട് ജാമിയ നൂരിയ കോളേജിൽ നിന്ന് പഠിച്ചു പുറത്തിറങ്ങിയ ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ പുതിയ ശൈലിയിൽ പ്രഭാഷണവുമായിട്ട് കേരളത്തിലെ തെരുവോരങ്ങളിലേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ കേരളക്കരയിലെ തെരുവോരങ്ങളിലേക്ക് വന്ന സമയത്ത് ഈ ചെറുപ്പക്കാരന്റെ ചുറ്റും ആളുകൾ വല്ലാതെ കൂടാൻ തുടങ്ങി. ആളുകൾ വല്ലാതെ കൂടിത്തുടങ്ങിയ സമയത്ത് ഈ സിമിക്കാരാകുന്ന ചെറുപ്പക്കാർ അവർ ചിന്തിച്ചു, എന്താണ് ഈ മൗലവി സാഹിബിന്റെ പിന്നാലെ ഇങ്ങനെ ആളുകൾ കൂടുന്നത്? അദ്ദേഹത്തിന്റെ ഒച്ചയുടെ ആ ഗാംഭീര്യമായിരുന്നില്ല ചെറുപ്പക്കാരെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. പിന്നെ എന്തായിരുന്നു? ആ ചെറുപ്പക്കാരൻ അന്ന് മുടക്കിയ കേരളീയ സമൂഹത്തിന്, ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം നാശം വരുത്തിയ ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. ആ മുദ്രാവാക്യമായിരുന്നു, ആ ഒരു ശൈലിയായിരുന്നു, ആ ഒരു മാറ്ററായിരുന്നു ഒരുപക്ഷെ ഇവിടെയുള്ള കുറച്ച് ചെറുപ്പക്കാരെങ്കിലും ഇടക്കാലത്ത് ഇദ്ദേഹത്തിന്റെ പിന്നാലെ കൂടാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരൻ പണ്ഡിതൻ വരികയും വരുന്നിടത്തൊക്കെ ആളുകൾ കൂടുകയും ചെയ്തു.
തന്നി തീവ്രവാദപരമായ ശൈലിയിൽ ചെറുപ്പക്കാരൻ പറയുന്നത് ഒന്നുകൂടി ഒച്ചയിൽ മുടക്കത്തിൽ എക്കോ വെച്ചുകൊണ്ട് പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു ചെറിയ സംഘടന രൂപീകരിച്ചു. കറുത്ത കുപ്പായിട്ട് ചില ചെറുപ്പക്കാരെ കൊണ്ടുവന്നു. കരിമ്പൂച്ച എന്ന് പേരുവിട്ടു. ഒന്നുമില്ല, ഒരു മണ്ണാങ്കട്ടയില്ലാത്ത കുറെ ചെറുപ്പക്കാര് കരിമ്പൂച്ച എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൗലവി സാഹിബ് പ്രസംഗിക്കാൻ വരുന്നിടത്ത് വന്ന് രണ്ടു ഭാഗത്തും ഇങ്ങനെ നിൽക്കാൻ തുടങ്ങി. ഇവിടെ അതുവരെ കേരളക്കരയിൽ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വിരലിലെണ്ണാവുന്ന ശാഖകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ത്യയുടെ ഭാഗമായ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്ത് 1990-കൾ വരെ RSS എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വിരലിലെണ്ണാവുന്ന പ്രവർത്തകന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രൗസർ ഉടുത്തുകൊണ്ട് കാവി ഉടുത്തുകൊണ്ട് അങ്ങാടിയിലൂടെ ഈ കവാത്ത് നടത്തുന്ന പ്രവർത്തകന്മാരെ കിട്ടിയിരുന്നില്ല. പ്രബുദ്ധരായ കേരളത്തിലെ ഹൈന്ദവ സമൂഹം RSSകാരന്റെ പിന്നാലെ പോയിരുന്നില്ല. ആ സമയത്ത് RSSകാരന് ഒരു നല്ല കാര്യം കിട്ടി. എന്താ കിട്ടിയത്? ഈ മൗലവി സാഹിബിന്റെ പ്രഭാഷണങ്ങളുടെ CD, ആ കാസറ്റുകളെന്ന് സംഘടിപ്പിച്ചുകൊണ്ട് ആ കാസറ്റ് നേരെ കൊണ്ടുപോയിട്ട് ഹൈന്ദവ സമൂഹത്തെ സംഘടിപ്പിക്കാൻ അവർ ഉപയോഗപ്പെടുത്തി. ഒരുപാട് RSSന്റെ പ്രവർത്തകന്മാർ പറഞ്ഞിട്ടുണ്ട്, പിൽക്കാലത്ത് കേരളക്കരയിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ RSSന്റെ ശാഖയുള്ള രണ്ടാമത്തെ സ്ഥലമായിട്ട് ഇന്ന് കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രവർത്തനമായിട്ട് അവർ സ്വീകരിച്ചത് അബ്ദുൽ നാസർ മഅ്ദനി എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പ്രസംഗങ്ങളുടെ കാസറ്റ് മാത്രമായിരുന്നു. കാരണം ഒരു കാര്യം ലോകത്ത് ഏത് ഫാസിസ്റ്റ് സംഘടനയും അവർ നേരത്തെ പഠിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട്, അവർക്ക് വളർന്നു വരണമെങ്കിൽ അപ്പുറത്തൊരു ശത്രുവിനെ കിട്ടണം. കേരളക്കരയിലെ ഒരു ശത്രുവിനെ കിട്ടാനുണ്ടായിരുന്നില്ല. മുസ്ലിങ്ങളെ ഒരു കെല്ലിയിലാക്കിയിട്ട് മാറ്റിയെടുക്കാൻ കഴിയുമായിരുന്നില്ല. കേരളത്തിലെ ഹിന്ദു ധരിക്കുന്ന വേഷവും മുസ്ലിം ധരിക്കുന്ന വേഷവും ഒരേ വേഷം തന്നെയായിരുന്നു. മുസ്ലിം ജനസാമാന്യം ഇടത്തോട്ട് തുണിയെടുത്തുവെങ്കിൽ വാളയാർ ചുരം കഴിഞ്ഞ് തമിഴ്നാട്ടിലേക്ക് പോയാൽ അവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും ഇടത്തോട്ട് തുണിയെടുക്കുന്നവരായിരുന്നു. വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളികളിലേക്ക് മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി കയറുന്നു, മറ്റുള്ളവർ അമ്പലത്തിലേക്ക് പോകുന്നു, പരസ്പരം ഒരേ കടയിൽ കയറിയിട്ട് ചായ കുടിക്കുന്നു, സ്നേഹത്തോടു കൂടിയിട്ട് ഏത് കാര്യത്തിനും അവർ ഇടപഴകുകയാണ്. ഇതിന് മാറ്റമുണ്ടാക്കിയ ആദ്യത്തെ സംഭവം വരുന്നത് ഈ ഒരു പ്രവർത്തനത്തോടു കൂടിയായിരുന്നു. അവിടെയാണ് പഴയ സിമിയുടെ പ്രവർത്തകന്മാർ സിമിയെ നിരോധിക്കുന്ന ഘട്ടം വന്നു. പിന്നെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുകയും ക്ലച്ച് പിടിക്കാതെ വരികയും ചെയ്ത സമയത്ത് അവർ ചിന്തിച്ചു, നമുക്ക് എന്തുകൊണ്ട് ഈ രൂപത്തിലൊരു പണി ചെയ്തുകൂടാ? എന്തിനാ ഇവർ ഇതിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെടുന്നത്? ഒരേ ഒരു കാര്യമായിരുന്നു ഈ ഒരു പ്രവർത്തകന്മാരെ ഈ രൂപത്തിൽ ചെയ്യാൻ പ്രേരിപ്പിച്ചത്. എന്താണത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പോലും അവർക്ക് മൗദൂദി സാഹിബിന്റെ ആശയം ഇന്ത്യയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഇന്ത്യയിൽ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ കഴിയാതെ പത്തിമടക്കി പോയവരാണ് എങ്കിൽ അത് സ്ഥാപിക്കാനും മൗദൂദിയൻ ആശയം ഇവിടെ പ്രചരിപ്പിക്കാനും വിലങ്ങ് തടിയായി നിൽക്കുന്ന കേരളത്തിലെ രണ്ട് പ്രസ്ഥാനങ്ങളുണ്ട്. അതേതാ രണ്ട് പ്രസ്ഥാനങ്ങൾ? ആ രണ്ട് പ്രസ്ഥാനങ്ങളിൽ ഒന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളക്കരയിലെ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ അജണ്ട. രണ്ടാമത്തെ അജണ്ട കേരളക്കരയിലെ ഏറ്റവും വേരോട്ടമുള്ള, ഏറ്റവും അധികം അടിത്തറയ്ക്ക് ഫലമുള്ള ഇവിടെയുള്ള മതപ്രസ്ഥാനം, മതസംഘടന, മുസ്ലിം ജനസാമാന്യത്തിന്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പ്രസ്ഥാനം. ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങളും ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനം, ഇതിന്റെ പിന്നിലാണ് കേരളത്തിലെ ചെറുപ്പക്കാർ. അതുകൊണ്ട് ഇവരെ മാറ്റിയെടുത്തില്ല എങ്കിൽ ഹുക്കൂമത്തെ ഇലാഹി സ്ഥാപിക്കാൻ കഴിയില്ല, നമ്മൾ ഈ വിചാരിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് ചിന്തിച്ചപ്പോൾ ഇവർ ചെറിയൊരു പരിപാടി തുടങ്ങി. എന്താ തുടങ്ങിയത്? തീവ്രവാദത്തെ നമ്മൾ കൊണ്ടുവരിക മുന്നിലേക്ക്. അതിനു വേണ്ടിയിട്ട് ആദ്യമായിട്ടുണ്ടാക്കിയ സംഘടനയുടെ പേര് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്നാണ്. നാഷണൽ ഡിഫൻസ് ഫോഴ്സ്. ഉള്ളിൽ ചെറുപ്പക്കാർക്ക് ക്ലാസ് എടുത്തു കൊടുത്ത സമയത്തൊക്കെ പറഞ്ഞിരുന്ന പേര് നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്നായിരുന്നില്ല. പിൽക്കാലത്താണ് ഈ പേര് പുറത്തേക്ക് വന്നത്. ആദ്യം ഇവർ പറഞ്ഞിരുന്ന പേര് നാഷണൽ ഡിഫൻസ് ഫോഴ്സ് ആയിരുന്നു. 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് അതിന്റെ തൊട്ടു മുമ്പുമായിട്ട് ഇന്ത്യയിൽ നടന്ന വിഷമകരമായ സാഹചര്യം, ആ സാഹചര്യത്തിൽ
അത് ചൂഷണം ചെയ്തുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിന്റെ വഴിയിലൂടെ കൊണ്ടുപോന്നാൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന ലക്ഷ്യമായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. ഒന്നാമത്തെ ലക്ഷ്യം ഏതാണ്? ഒന്നാമത്തെ ലക്ഷ്യം കുറെ ചെറുപ്പക്കാരെ കൂടെ കിട്ടുക എന്നുള്ളത്. അങ്ങനെ ചെറുപ്പക്കാരെ കിട്ടിയാൽ എന്ത് കിട്ടും? ചെറുപ്പക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ മൗലാന മൗദൂദിയുടെ ആശയം സ്ഥാപിക്കുക എന്നുള്ളത്. മൗലാന മൗദൂദിയുടെ ആശയം ഏതായിരുന്നു? പെണ്ണുങ്ങളെ രംഗത്തേക്ക് കൊണ്ടുവരിക. പള്ളികളിൽ കേരളക്കരയിലെ മസ്ജിദുൽ ഹറാമിലെ, മസ്ജിദുൽ നബവിയിലെ, ലോകത്തുള്ള പള്ളികളിൽ തറാവീഹ് എന്ന് പറയുന്ന റമദാൻ മാസത്തിലെ വിശേഷപ്പെട്ട നിസ്കാരം 20 റക്അത്ത് നിസ്കരിച്ചപ്പോൾ ഇവിടെ വന്ന വഹാബികളും മൗദൂദികളും പറഞ്ഞു പറ്റില്ല, അത് 8 നിസ്കരിക്കാൻ പറ്റൂ. ലോകത്തുള്ള മുസ്ലിംകൾ മുഴുവനും ഒരു ഭാഗത്തേക്ക് നടന്നപ്പോ അവരെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പ്രസ്ഥാനത്തിന് ആളെ കിട്ടാതെ വന്നപ്പോ ആ ഒരു ലക്ഷ്യവും അതിന്റെ കൂടെ നമുക്ക് ഭരണം പിടിക്കുക എന്ന് പറയുന്ന 2 ലക്ഷ്യം, ഈ 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ രൂപീകരിച്ച പ്രസ്ഥാനമാണ് ആദ്യമായിട്ട് നാഷണൽ ഡിഫൻസ് ഫോഴ്സ്. ഈ നാഷണൽ ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനം മെല്ലെ മെല്ലെ സമൂഹത്തെ ഇരുട്ടിന്റെ മറവിൽ മുസ്ലിം ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ നടന്നാ പോരാ, എന്ത് ചെയ്യണം? RSSകാരൻ നടക്കുന്ന നടത്തം കണ്ടിട്ടില്ലേ? എങ്ങനെ RSSകാരൻ നടക്കുന്നത്? നെഞ്ച് വീർപ്പിച്ചുകൊണ്ട്, കണ്ണുരുട്ടിക്കൊണ്ട്, കൈ ചുരുട്ടി വെച്ചുകൊണ്ട്, മസിലി കാണിച്ചുകൊണ്ടാണ് RSSകാരൻ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് നടക്കുന്നത് എങ്കിൽ മുസ്ലിം ചെറുപ്പക്കാരും ഇതുപോലെ മസിലി വീർപ്പിക്കട്ടെ, അവരവരുടേതായ പിന്നെ കായിക ശേഷികൾ വളർത്തിക്കൊണ്ടുവരട്ടെ, എന്നിട്ട് അവർ ബാക്കിയുള്ളവനെ ഭീതിപ്പെടുത്തിക്കൊണ്ട് ആ രൂപത്തിൽ കണ്ണുരുട്ടിക്കൊണ്ട് നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കുറെ ചെറുപ്പക്കാരെ അങ്ങാടിയിൽ നിന്ന് മെല്ലെ അടർത്തിയെടുത്ത് കൊണ്ടുപോയി പീടികയുടെ മുകളിൽ രാത്രി മെല്ലെ മറ്റുള്ള വീടുകളുടെ റൂമുകളിൽ കൊണ്ടുപോയി ചെറിയ രൂപത്തിൽ ഈ വിഷം കുത്തിവെച്ച് അവരങ്ങനെ രൂപീകരിച്ച് ആ രൂപത്തിൽ അങ്ങനെ ഈ പ്രസ്ഥാനത്തിന് മെല്ലെ മെല്ലെ മുന്നോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഇതിനെങ്ങനെ കൊണ്ടുവന്ന് ഈ ചെറുപ്പക്കാരോടൊക്കെ ഒരു കാര്യം പറഞ്ഞു. എന്താ കാര്യം എന്നറിയോ? വളരെ സിമ്പിൾ, ഏറ്റവും നല്ലൊരു കാര്യം പറഞ്ഞു കൊടുത്തു. നമുക്ക് സുന്നി വേണ്ട, നമുക്ക് മുജാഹിദ് വേണ്ട, നമുക്ക് ജമാഅത്ത് വേണ്ട, നമുക്ക് തബ്ലീഗ് വേണ്ട, നമുക്ക് മുസ്ലിം മതി, നമുക്ക് ഇസ്ലാം മതി, അതിന്റെ അപ്പുറത്തൊരു ചിന്ത വേണ്ട. കരുവമ്പയിൽ അങ്ങാടിയിൽ ഒരു ഹിന്ദുവിന്റെ കടയുണ്ടോ? ആ കടയിൽ കയറിയിട്ട് നമ്മൾ വാങ്ങാൻ പാടില്ല എന്ന വികാരം ഇവിടെയുള്ള ബാക്കിയുള്ള ആളുകളുടെ മനസ്സിൽ കുത്തിവെക്കാൻ തുടങ്ങി. മുസ്ലിമിന്റെ കടയിൽ മാത്രം കയറട്ടെ, ഹിന്ദുക്കൾ അവരുടെ കടയിൽ കയറട്ടെ. ആ രൂപത്തിലുള്ള ആശയം കുത്തിവെച്ച് മെല്ലെ മെല്ലെ വീർപ്പിച്ചെടുത്ത് കൊണ്ടുപോയി വെച്ചാൽ പൊട്ടുന്ന ബോംബ് പോലെ മുസ്ലിം ചെറുപ്പക്കാരെ ഇവരെ മെല്ലെ ഉരുട്ടിയെടുത്ത് മാറ്റിയെടുത്ത് കൊണ്ടുവന്നു. അതിന് പറഞ്ഞ ഏറ്റവും വലിയ പരിപാടി എന്തായിരുന്നു? നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഈ കാണുന്ന ഹൈന്ദവ സമൂഹം. ഇന്ത്യയിലെ ഹൈന്ദവ സമൂഹം ശത്രുക്കളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ അവർക്കെതിരെ രംഗത്തിറങ്ങണം. അതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ മസിൽ വീർപ്പിച്ച് കാണുന്ന രൂപത്തിൽ ഇങ്ങനെ നടന്നാൽ പോരാ. ഈ ദിക്റും തസ്ബീഹും മൗലിദും റാത്തീബും ഒന്നും കഴിച്ചാൽ പോരാ. അതിനപ്പുറത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരെ മെല്ലെ മെല്ലെ കൊണ്ടുവന്ന് തീവ്രവാദം എന്ന് പറയുന്ന ആശയം അതിലങ്ങോട്ട് വെച്ച് തുടങ്ങിയപ്പോ ചെറിയ രൂപത്തിൽ ചലനം വെക്കാൻ തുടങ്ങി സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്. പണ്ട് ഗാന്ധിജി ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. 1920-21 കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം ക്ലച്ച് പിടിക്കാതെ വന്ന കാലഘട്ടം, ബ്രിട്ടീഷുകാരനെതിരെ ഇറങ്ങാനോ ജയിലിൽ പോകാനോ ആളുകളില്ലാത്ത കാലഘട്ടം, ഹരി എന്ന് പറയുന്ന RSSന്റെ ബൗദ്ധിക് പ്രമുഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാലത്ത് ഗാന്ധിജി ഒരു മുദ്രാവാക്യം പറഞ്ഞു. എന്താ ഗാന്ധിജി പറഞ്ഞത്? ഇന്ത്യയിലെ ജനസാമാന്യത്തെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൂടെ നിൽക്കുമെങ്കിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. 1920-21 കാലഘട്ടത്തിൽ മഹാനായ ഗാന്ധിജി പിന്നെ ആളെ കിട്ടാതെ വന്നപ്പോ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഇവിടെ വന്ന് പലയിടത്തും പ്രസംഗിക്കുകയും റാലി നടത്തുകയും ചെയ്ത് അതൊന്നും എവിടെയും എത്താതെ വന്ന സമയത്ത് അദ്ദേഹം ഒരൊറ്റ കാര്യം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് എളുപ്പത്തിൽ സ്വാതന്ത്ര്യം വാങ്ങിത്തരാം, ഒരൊറ്റ വർഷം കൊണ്ട് 365-ാമത്തെ ദിവസം ബ്രിട്ടീഷുകാരൻ കടൽ കടക്കും, ഇന്ത്യ നമ്മുടേതാകും, നിങ്ങൾ എന്റെ കൂടെ നിൽക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യയിലെ ചെറുപ്പക്കാർ മുഴുവനും അതോടുകൂടി ഗാന്ധിജിയുടെ പിന്നാലെ കൂടാൻ തുടങ്ങി. ഗാന്ധിജിയുടെ പിന്നാലെ ഒഴുക്കായി 1 വർഷം, 2 വർഷം, 10 വർഷം, 20 വർഷം, 26-27 വർഷം കഴിയേണ്ടി വന്നു അവസാനം രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെയുള്ള സിമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ, കരുവമ്പൊയിൽ പ്രദേശത്തുള്ള ഒരു ചെറുപ്പക്കാരൻ, അതുപോലെ കാരന്തൂരിലുള്ള വേറൊരു ചെറുപ്പക്കാരൻ, മലപ്പുറം ജില്ലയിലെയും പരിസരത്തുള്ളയും ചില ആളുകൾ, അവർ കൂടിയിട്ട് എന്ത്
ചെയ്തു? ഈ തീവ്രവാദമാകുന്ന ആശയം മെല്ലെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് മുസ്ലിം ഏകത എന്ന് പറയുന്ന മുദ്രാവാക്യമായിട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നു. ചെറുപ്പക്കാർ ചിന്തിച്ചു, സംഗതി ശരിയല്ലേ ഈ പറയുന്നത്? നമുക്ക് എവിടെയായാലും നമ്മുടെ ഒരു ഇസ്സത്തിന്റെ കാര്യമല്ലേ ഈ പറയുന്നത്? നമുക്ക് എന്തുകൊണ്ട് കൂടിക്കൂടാ? നമുക്ക് എന്തുകൊണ്ട് ഈ വിഷയത്തിൽ നമുക്ക് സഹകരിച്ചുകൂടാ? ബാബരി മസ്ജിദ് പൊളിച്ച് അതിന്റെ ആളുകളെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അതിന് നമുക്ക് മറുപടി പറയണ്ടേ? നമുക്ക് അവർക്കെതിരെ നീങ്ങണ്ടേ? അവരല്ലേ നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കൾ? ചില ചെറുപ്പക്കാരുടെയെങ്കിലും മനസ്സിൽ മെല്ലെ മെല്ലെ അവർക്ക് ഈ രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഒരു കാര്യം കൂടി, കുറച്ചുകൂടി കാലം കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരെ ഒന്നുകൂടി കിട്ടാൻ പുതിയൊരു മുദ്രാവാക്യം പറഞ്ഞു കൊടുത്തു. അതുകൂടി അറിയണം നിങ്ങൾ. നാളെ പിറ്റേന്ന് കരുവമ്പൊയിലങ്ങാടിയിൽ മറ്റാരെങ്കിലും വന്നുകൊണ്ട് SYSന്റെ പ്രഭാഷകന്മാര് പറയുന്ന ഈ കാര്യങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞ് ലക്ഷ്യസഹിതം സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ സ്ഥാപിക്കണം. അവർ പറയണോ ഇത് സമൂഹത്തോട്? ഈ പറയുന്നതൊന്നും ശരിയല്ല എന്ന്. എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ? പറഞ്ഞു കൊടുത്തത് മറ്റൊന്നുമായിരുന്നില്ല, നമുക്ക് ഈ ഒരു രഹസ്യമായ സംഘടന ഇങ്ങനെ ഈ രൂപത്തിൽ നടത്തിയാൽ മാത്രം പോരാ, വേറൊരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നമുക്ക് രാഷ്ട്രീയ സംഘടനയായിട്ട് മാറണം, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറണം. ആ രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മാറുന്നതിലൂടെ നമുക്കുള്ള ലക്ഷ്യം എന്താണ്? 20 കൊല്ലക്കാലം കൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം MP-മാരുണ്ടാകണം. അതല്ലെങ്കിൽ മുസ്ലിം MP-മാരും മുസ്ലിം സംഘടനകളും നിയന്ത്രിക്കുന്ന മറ്റുള്ള MP-മാരുണ്ടാകണം 20 കൊല്ലം കൊണ്ട്. 1 കൊല്ലം കൊണ്ട് രാജ്യത്ത് ഇവിടെ സ്വരാജ്യം നമുക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ ഗാന്ധിജി പറഞ്ഞതുപോലെ ഇവർ ഈ ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, 20 കൊല്ലക്കാലം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പാർലമെന്റിൽ നിരന്നിരിക്കുന്ന ഇവിടെയുള്ള MP-മാരിൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ നിയന്ത്രിക്കുന്നവരോ അതല്ലെങ്കിൽ മുസ്ലിം MP-മാരോ ആക്കിയിട്ട് നമ്മൾ മാറ്റുക. നല്ലൊരു സ്വപ്ന. ചെറുപ്പക്കാരൻ ഇത് കേട്ടപ്പോ പിന്നെ അതിന്റെ മുകളിലേക്ക് വേറെ ഒന്നും ആലോചിക്കാനില്ലല്ലോ. ഈ പാവം ചെറുപ്പക്കാർ ചിന്തിച്ചു, നല്ലൊരു കാര്യമായി പറഞ്ഞുകൊണ്ടുവരുന്നത്, വളരെ നല്ലൊരു ആശയം പറഞ്ഞു കൊടുത്തു. എല്ലായിടത്തും നമുക്ക് എന്ത് ചെയ്യാം? മുസ്ലിം പ്രാതിനിധ്യം പോരാ, ഒരു കാര്യം കൂടി വരണം. അതെന്താ? 40 കൊല്ലം, അവിടെ നിന്ന് അങ്ങോട്ട് 40 കൊല്ലം, ഈ 20 കൊല്ലം അടക്കം 40 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്നയാൾ മുസ്ലിം ആയിരിക്കണം. എന്തുമാത്രം വലിയ തീവ്രവാദപരമായ ഭീകരവാദപരമായ മുദ്രാവാക്യമാണ് ഈ ചെറുപ്പക്കാരുടെ മനസ്സിൽ കുത്തിവെച്ചു കൊടുക്കുന്നത്. ഇന്ത്യയിൽ ഒരു മുസ്ലിം പ്രധാനമന്ത്രി ആവണ്ടെന്ന് ആരും പറയുന്നില്ല. ഇന്ത്യയിൽ 3ഓളം പ്രസിഡന്റുമാർ മുസ്ലിങ്ങളായിട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഒരു പക്ഷേ ഗാന്ധിജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള വ്യക്തിത്വമായിട്ട് കഴിഞ്ഞ കാലത്ത് ഇവിടെ ഇന്ത്യയുടെ പ്രസിഡന്റായിട്ടിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ APJ അബ്ദുൽ കലാമിനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിൽ ഇത്രമാത്രം ജനസമ്മതിയുള്ള വേറെ ഒരു മനുഷ്യൻ അടുത്ത കാലത്ത് നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങൾ അല്ലാതെ തന്നെ ആ കസേരയിൽ ഇരുന്നിട്ടുണ്ട്. ചിലപ്പോ നാളെ പിറ്റേന്ന് പ്രധാനമന്ത്രിയുടെ കസേരയിൽ മുസ്ലിങ്ങൾ ഇരുന്നേക്കാൻ സാധ്യതയുണ്ട്. അതിനിവിടെ NDF-കാരൻ ചെറുപ്പക്കാരെ വിളിച്ചു കൊണ്ടുപോയിട്ട് ആ കാണുന്ന രൂപത്തിൽ മെല്ലെ മെല്ലെ നമുക്ക് 20 കൊല്ലം കൊണ്ട് MP-മാരെ 3/4 ഭാഗം, അത് കഴിഞ്ഞിട്ട് 20 കൊല്ലം കൊണ്ട് നമുക്ക് ഇക്കാണുന്ന രൂപത്തിൽ പ്രധാനമന്ത്രിയെ മുസ്ലിം പ്രധാനമന്ത്രിയാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കൊടുത്ത് അവരെല്ലാം മൂട്ടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് അന്തസ്സോടെ ജീവിക്കാൻ ഇവിടെ ഭരണഘടന അനുവാദം തരുന്നുണ്ട്. മാക്സിമം അതിനുള്ള സൗകര്യങ്ങളും ചുറ്റുപാടും ഇവിടെയുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ഇതുവരെ ഇതിന് വലിയ കാര്യമായ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ചില ഭാഗത്തു നിന്ന് ശത്രുക്കളുടെ അതല്ലെങ്കിൽ ചില ഭാഗത്തു നിന്ന് ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ ഇതിനെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മുടേതായ കൈകളും അതുപോലെ വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എവിടെ ആവട്ടെ, എവിടെ ശത്രു വില്ല് കുറച്ചിട്ടുണ്ടോ അവിടെയൊക്കെ നമ്മുടേതായ ഏതെങ്കിലും രൂപത്തിലുള്ള സ്വാധീനമില്ലാതെ അവർക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം. അല്ലെങ്കിൽ അവർ ചെയ്തിട്ടില്ല. ഈ രൂപത്തിൽ 40 കൊല്ലം കൊണ്ട് പ്രധാനമന്ത്രിയെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് നമ്മളൊരു പുതിയ പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ നടക്കുക. ലക്ഷ്യം ഇതൊന്നുമല്ല. 20 കൊല്ലം കൊണ്ട് MP ഉണ്ടാവുകയല്ല, 40 കൊല്ലം കൊണ്ട് പ്രധാനമന്ത്രി ഉണ്ടാവുക അല്ല ലക്ഷ്യം. പിന്നെ എന്താ? മൗലാന മൗദൂദി പറഞ്ഞിരിക്കുന്ന ആശയമാകുന്ന ആ വികൃതമായ ഇസ്ലാമിനെ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇസ്ലാമിനെ ഇന്ത്യയിൽ വ്യാപകമാക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഉണ്ടാക്കിയത്. മുസ്ലിം ഏകതയല്ല ഇവരുടെ അജണ്ട. മുസ്ലിം ഏകതയാണെങ്കിൽ കരുവമ്പൊയിലങ്ങാടിയിൽ പഴയ കാലത്തെ ഇവിടെയുള്ള മനുഷ്യന്മാരെ നിസ്കരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പള്ളിയുണ്ടല്ലോ, ഇല്ലേ? ഇവിടെയുള്ള മനുഷ്യരുടെ പാപ്പ ഉപ്പാപ്പമാരുടെ കാലം മുതൽ നിസ്കരിച്ചു പോരുന്ന, തറാവീഹ് നിസ്കാരം നടക്കുന്ന, ജുമഅ നിസ്കാരം നടക്കുന്ന, ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്ന, ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും കയറി നിസ്കരിക്കുന്ന, ബാങ്ക് കൊടുക്കുന്ന, ഇഖാമത്ത് കൊടുക്കുന്ന, ജമാഅത്ത് എടുക്കുന്ന ഒരു പള്ളിയുണ്ടല്ലോ.
ആ പള്ളിക്കെതിരെ കരുവമ്പൊയിൽ അങ്ങാടിയുടെ ഒരു മൂലയിൽ ആദ്യമായി പള്ളി ഉണ്ടാക്കിയിട്ട് മുസ്ലിം സമാജത്തിന്റെ ഇടയിൽ, മുസ്ലിം ജമാഅത്തിന്റെ ഇടയിൽ ആദ്യമായി ഭിന്നിപ്പുണ്ടാക്കിയത് ആരാ ഉണ്ടാക്കിയത്? അങ്ങനെ മുസ്ലിം ഏകതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നെങ്കിൽ ആദ്യമായിട്ട് ഈ പള്ളി പൂട്ടണമായിരുന്നു. അത് പൂട്ടിയിട്ട് താക്കോല് ഇവിടെ ഏൽപ്പിച്ചതിന് ശേഷം, അതല്ലെങ്കിൽ അതിനുശേഷമായിരിക്കണം ഇവിടെ മുസ്ലിം ഏകതയുടെ കാര്യത്തെക്കുറിച്ച് പറയേണ്ടിയിരുന്നത്. പോരാ, അതും കഴിഞ്ഞ് പിന്നെ അതിനു വേണ്ടിയിട്ട് അന്ന് പ്രവർത്തിച്ച ആളുകൾ, പ്രവർത്തിച്ച ആദ്യത്തെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ, അവർക്ക് തീവ്രത പോരാന്ന് പറഞ്ഞ് അവരെ കുറച്ചുകൂടി അപ്പുറത്തേക്ക് മാറ്റി. മൂന്നാമത്തൊരു പള്ളി വേറെ വന്നു. മൂന്നാമത്തെയോ നാലാമത്തെയോ പള്ളി വന്നു നമ്മുടെ ഈ ഒരു സ്ഥലത്ത്. മുസ്ലിം ഏകതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മുസ്ലിങ്ങളുടെ ഇസ്സത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾ കരുവമ്പൊയിൽ അങ്ങാടിയിൽ ശേഷം ഉണ്ടാക്കിയ ഈ പള്ളികൾ മാറ്റിവെച്ചതിന് ശേഷമല്ലേ ഈ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വരേണ്ടിയിരുന്നത്? ലക്ഷ്യം ഒരേ ഒരു ലക്ഷ്യമാണ്, മുസ്ലിം ചെറുപ്പക്കാരെ മൗദൂദിയൻ ആശയത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രം, വേറെ ഒന്നുമില്ല. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഓരോ പ്രവർത്തനങ്ങളും വെറുതെ ഞങ്ങൾ പറയുന്നില്ല. ഈ ഒരു പറയുന്ന പ്രസ്ഥാനം, അത് NDF ആവട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആവട്ടെ, SDPI എന്ന് പറയുന്ന സുഡാപ്പി ആവട്ടെ, ഏത് പ്രസ്ഥാനമാവട്ടെ, ആ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ലക്ഷ്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഇസ്ലാമിന്റെ ഏതോ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷം മുമ്പ് അഫ്ഗാനിൽ താലിബാൻ വന്ന സമയത്തും നമ്മുടെ കുറെ ചെറുപ്പക്കാർ പറഞ്ഞില്ലായിരുന്നോ ഈ താലിബാൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ആവശ്യം? കുറെ കാലം കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി, പലരും പറഞ്ഞു അത് ബ്രിട്ടീഷുകാരുടെ സൃഷ്ടിയായിരുന്നു, അമേരിക്കക്കാരുടെ സൃഷ്ടിയായിരുന്നു എന്ന്. എന്തിന്? അവിടെ റാത്തീബും ഹദ്ദാദും മൗലിദും കടിച്ചുകൊണ്ട് റഷ്യൻ ചെമ്പടക്കെതിരെ പോരാടിയിരുന്ന മനുഷ്യരെ തകർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരന് ആയുധം കൊടുത്തുകൊണ്ട് താലിബാൻസ് എന്ന് പറയുന്ന ഒരു ടീമിനെ ഉണ്ടാക്കുകയും ബ്രിട്ടീഷുകാരുടെ അതല്ലെങ്കിൽ അമേരിക്കക്കാരന്റെ അടുത്ത് പോയിട്ട് വിദ്യാഭ്യാസം വാങ്ങി വന്ന യേശുവിന്റെ മുഖമുള്ളയാളെന്ന് അമേരിക്കക്കാരൻ തന്നെ വാഴ്ത്തിയ ബിൻ ലാദൻ എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടുവന്ന് അന്ന് അവർക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. അന്ന് നമ്മളൊക്കെ വിചാരിച്ചു സംഗതി ശരിയാ. ഇപ്പൊ നമ്മൾ തിരിച്ചറിയുന്നു, ഈ ബിൻ ലാദൻ എന്ന് പറയുന്ന മനുഷ്യൻ അത് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ പിണിയാളാണ് എന്ന്. അതുപോലെ ഞങ്ങൾ പറയുന്നു, ഇവിടെ ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ, ആ പ്രസ്ഥാനങ്ങൾ മുഴുവനും, ഈ ഒരു ഫ്രണ്ട്സ് കുടുംബത്തിൽപ്പെട്ട ഏത് പ്രസ്ഥാനങ്ങളുണ്ടോ ആ പ്രസ്ഥാനം മുഴുവനും ആരുടെയൊക്കെയോ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ട് മുസ്ലിം ചെറുപ്പക്കാരെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ഇറങ്ങിയ ആളുകളാണ്. നിങ്ങളങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ പറ്റുമോ? പറ്റില്ല. വെറുതെ ഞങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. എന്തേ കാരണം? വെറുതെ ഞങ്ങൾ പറഞ്ഞു പോകാത്തത് ധാരാളം ഇതേക്കുറിച്ച് അല്ലാതെ പറയാനുള്ളത് കൊണ്ടാണ്. ധാരാളം പറയാനുള്ളത് കൊണ്ടാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. ഒരേ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങൾക്ക്. തൊട്ടടുത്ത് കേരളത്തോട് അതിർത്തി പങ്കിടുന്ന കർണാടക എന്ന് പറയുന്ന ഒരു സംസ്ഥാനം ഉണ്ടല്ലോ. കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് 1925 RSS രൂപീകരിച്ച് പിൽക്കാലത്ത് ജനസംഘത്തിലൂടെ BJPയിലൂടെ വളർന്നു വന്ന് ഒരുപാട് അധ്വാനിച്ചിട്ടും RSSകാരന്റെ ഭരണം വന്നിട്ടില്ല. ഒരു പ്രാവശ്യം ഹെഗ്ഡെ എന്ന് പറയുന്ന ജനതാദളിന്റെ അന്നത്തെ നേതാവിന്റെ ആശീർവാദത്തോടുകൂടി ചില BJP MLAമാര് ഭരണത്തിൽ പങ്കാളിയായി എന്നല്ലാതെ ഈ അടുത്ത കാലം വരെ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വന്നിരുന്നില്ല. BJP ഇപ്പൊ അധികാരത്തിൽ വന്നു. യെദ്യൂരപ്പയാണ് ഭരിക്കുന്നത്. ആ യെദ്യൂരപ്പയാണ് മഅദനി സാഹിബിനെ നേരെ ചുരം കടത്തിയിട്ട് കൊണ്ടുപോയത്. ആ യെദ്യൂരപ്പയാണ് ഇവിടെയുള്ള മുസ്ലിം പത്രക്കാരെ, ഷാഹിനെ അടക്കമുള്ള ആളുകളെ വരെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസിനെ ഏൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ചെറുപ്പക്കാരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഈ യെദ്യൂരപ്പയെ അധികാരത്തിൽ കയറ്റിയ ആളുകൾ ആരാണ് എന്ന് ഇവര് പറയുന്നത് നമ്മൾ കേൾക്കണം. എന്നോട് NDFന്റെ ഒരു പ്രവർത്തകൻ പറഞ്ഞു, ഞങ്ങളാണ് യെദ്യൂരപ്പയെ അധികാരത്തിൽ കയറ്റിയത്. മെമ്പർഷിപ്പുള്ള പ്രവർത്തകൻ, ബൈഅത്ത് ചെയ്ത പ്രവർത്തകൻ, ഇന്നും ഒരു മേഖലയിൽ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകൻ. ആ പ്രവർത്തകൻ പറഞ്ഞു, യെദ്യൂരപ്പ അധികാരത്തിൽ കയറാൻ ഞങ്ങളാ കാരണക്കാര്. SDPI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മറ്റു രൂപം കർണാടകയിൽ പ്രവർത്തിച്ചു വന്നപ്പോ കർണാടകയിൽ ഏകദേശം വരുന്ന 60% വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ 10,000-ന്റെയും ഇടക്ക് ഭൂരിപക്ഷത്തിനായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. അതുപോലെ ജനതാദൾ അധികാരത്തിൽ വന്നത്. ഒരു കൊല്ലം ജനതാദൾ വരുന്നു, അടുത്ത കൊല്ലം കോൺഗ്രസ് വരുന്നു, ചെറിയ ഭൂരിപക്ഷത്തിന്. ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ മൈസൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ SDPIക്കാരൻ ചില മുസ്ലിം ജനസമിതിയുള്ള ആളുകളെ കൊണ്ടുപോയി സ്വതന്ത്രമാരാക്കി നിർത്തി. എന്നിട്ട് എന്ത് ചെയ്തു? മതേതര പക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകൾ അവിടെ ഛിന്ന ഭിന്നമായി. മതേതര പക്ഷത്തിന് കിട്ടേണ്ട വോട്ടാ പോയത്.
കോൺഗ്രസിന് കിട്ടേണ്ട വോട്ട് പോയി, ജനതാദളിന് കിട്ടേണ്ട വോട്ട് പോയി. ആ രണ്ട് ഭാഗത്തു നിന്നും 5000-വും 10,000-വും വോട്ട് ഈ ഭാഗത്തേക്ക് മറിച്ചു കൊണ്ടുവന്നു. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കേരളക്കരയിൽ നിന്നും NDF-കാർ പ്രവർത്തകന്മാരെ ചുരം കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പ്രവർത്തിച്ചു. വേണ്ട രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുസ്ലിങ്ങളോട് ചെന്നിട്ട് പറഞ്ഞു, നമുക്ക് MLA-മാരുണ്ടാകണം, ബാംഗ്ലൂരിലെ വിധാനസഭയിൽ ആ മെമ്പർമാരുണ്ടാകാൻ വേണ്ടിയിട്ട് ആവശ്യമായ പണികൾ നമ്മൾ ചെയ്യണം. പാവപ്പെട്ട മുസ്ലിങ്ങൾ, കേരളക്കരയിലെ അത്രയൊന്നും പ്രബുദ്ധരല്ലാത്ത, വലിയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ അവർ വോട്ട് ചെയ്തു. ഈ മനുഷ്യർക്ക് വോട്ട് ചെയ്തു. എന്ത് സംഭവിച്ചു? ത്രികോണ മത്സരങ്ങളായിരുന്നു മുഴുവൻ സ്ഥലങ്ങളിലും നടന്നിരുന്നത്. ഒരു ഭാഗത്ത് BJP ആയിരുന്നു, ഒരു ഭാഗത്ത് ജനതാദളായിരുന്നു, ഒരു ഭാഗത്ത് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിന്റെയും ജനതാദളിന്റെയും വോട്ടുകളിൽ നിന്ന് അടർത്തിയെടുത്ത വോട്ട് ഈ ഒരു ചെറിയ ടീം സ്വതന്ത്രന്റെ കുപ്പായമിട്ടുകൊണ്ട് പോയി നിന്ന ആളുകൾ അവര് വാങ്ങിയപ്പോൾ ജനതാദൾ തോറ്റു, കോൺഗ്രസ് തോറ്റു. അവസാനം ആരധികാരത്തിൽ വന്നു? യെദ്യൂരപ്പ കൂളായിട്ട് തമ്പി കർണാടകയിലെ മുഖ്യമന്ത്രിയായിട്ട് വിധാനസഭയിൽ ഇന്ന് വിരാജിച്ചുകൊണ്ടിരിക്കുക. ഇവര് പറഞ്ഞു, ഞങ്ങൾ എന്തിനാ ചെയ്തതെന്നറിയോ നിങ്ങൾക്ക്? ഒരു ഷോക്കിന് വേണ്ടി ചെയ്തതാ. കോൺഗ്രസിനും ജനതാദളിനും ഒക്കെ ഒരു ഷോക്ക് കൊടുത്തതാ. അതാ പറഞ്ഞു കൊടുത്തത്. പണ്ട് ഫക്കീർ പാപ്പനെ കൊന്ന സമയത്തും പറഞ്ഞത് അതാ, ഷോക്ക് കൊടുത്തതാണ്. നിങ്ങൾക്കറിയോ ഫക്കീർ പാപ്പനെ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു. പുതുപ്പാടി പഞ്ചായത്തിലെ ഈങ്ങാപ്പുഴയിൽ ഫക്കീർ പാപ്പ കുറെ കാലം ജീവിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് വേറെ കേരളത്തിലെ ഒരുപാട് ഗ്രാമങ്ങളിൽ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾ സൂഫിയാണോ, വലിയാണോ, ഔലിയാണോ എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ആ മനുഷ്യൻ പോകുന്ന സ്ഥലത്തൊക്കെ അവിടെയുള്ള പാവപ്പെട്ട മനുഷ്യന്മാര് ഒരുപാട് മുസ്ലിങ്ങൾ പോയിരുന്നു ഫക്കീർ പാപ്പയെ കാണാൻ. ഫക്കീർ പാപ്പ ഏത് സ്ഥലത്ത് വന്നാലും, കരുവമ്പൊയിൽ വരട്ടെ, അതല്ലെങ്കിൽ കൊടുവള്ളി വരട്ടെ, എവിടെ വന്നാലും ചെയ്യുന്നൊരു പണിയുണ്ടായിരുന്നു. അയാൾ ചെല്ലുന്ന സ്ഥലത്ത്, താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് ആദ്യമായിട്ടൊരു കിണർ കുഴിക്കും. ആ കിണർ കുഴിച്ചിട്ട് എന്ത് ചെയ്യും? തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകളോടൊക്കെ പറയും, ആ കിണറ്റിൽ പോയിട്ട് കുറച്ച് വെള്ളം എടുത്തോളാൻ പറയും. കുപ്പിയിലും കന്നാസിലും ആളുകൾ വെള്ളം ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ കുപ്പിയിലും കന്നാസിലും വെള്ളം കൊണ്ടുവന്ന് ആ കൊണ്ടുവരുന്ന വെള്ളം അതിലേക്ക് ഫക്കീർ പാപ്പ എന്തോ ചൊല്ലിയോ ചൊല്ലാതെയോ ഊതിക്കൊടുക്കും. ചൊല്ലട്ടെ ചൊല്ലാതിരിക്കട്ടെ, അതിലേക്ക് ഊതിക്കൊടുക്കും. ആളുകൾ അടപ്പിട്ടത് വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരുടെ മക്കൾക്ക് പനി മാറാൻ അത് മരുന്നായിട്ട് ഉപയോഗിച്ചു. അവരുടെ അസുഖങ്ങൾ മാറാൻ അവർ ഏറ്റവും നല്ല ഔഷധമായിട്ട് വെള്ളം ഉപയോഗിച്ചു. ചില ആളുകൾക്ക് അസുഖം മാറി, ചിലവർക്ക് മാറിയില്ല. ഫക്കീർ പാപ്പ പുതുപ്പാടിയിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി, വേറെ പലയിടത്തും പോയി. പാലക്കാട് ജില്ലയിൽ ജീവിക്കുന്ന സമയം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ചില പരിപാടികളിലൊക്കെ ആ കാലത്ത് ഫക്കീർ പാപ്പയെ അവർ പങ്കെടുപ്പിച്ചിരുന്നു. ദുആ ചെയ്യാൻ വേണ്ടിയും ആശീർവാദം വാങ്ങാൻ വേണ്ടിയൊക്കെ പോയിരുന്നു. ഒരു രാത്രി ഫക്കീർ പാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ ദാരുണമായി കൊല്ലപ്പെട്ടു. വെട്ടി കൊത്തി നുറുക്കിയിട്ട് ഫക്കീർ പാപ്പ എന്ന് പറയുന്ന ഈ വയസ്സായ മനുഷ്യനെ കൊന്നു. പാലക്കാട് ജീവിക്കുന്ന കാലത്ത് NDF-കാരൻ പറയട്ടെ, ആരാ കൊന്നാൻ? അവരവരുടെ പാർട്ടിയുടെ ഉള്ളിലെ യോഗങ്ങളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കൊരു അബദ്ധം പറ്റിയതാ, നമ്മൾ കൊല്ലാൻ വിചാരിച്ചിട്ടില്ല, ഒന്ന് ഭീഷണിപ്പെടുത്താൻ വിചാരിച്ചതാ. ഫക്കീർ പാപ്പ ചെയ്ത തെറ്റെന്താണെന്നറിയോ നിങ്ങൾക്ക്? ഫക്കീർ പാപ്പ ഇവിടെയുള്ള മാഫിയ തലവനൊന്നുമല്ല, റിയൽ എസ്റ്റേറ്റ് ഭീകരനൊന്നുമല്ല ഫക്കീർ പാപ്പ. ഫക്കീർ പാപ്പയുടെ ലോട്ടറി കച്ചവടക്കാരനല്ല. അബ്കാരി തലവനായിട്ട് പാവപ്പെട്ട ചെറുപ്പക്കാരെ കള്ളു കുടിപ്പിച്ചിട്ട് ആ രൂപത്തിൽ കൊല്ലുന്ന മനുഷ്യനൊന്നുമല്ല ഫക്കീർ പാപ്പ. ഫക്കീർ പാപ്പ ഒറ്റ പണിയേ ചെയ്തിട്ടുള്ളൂ. തന്റെ മുമ്പിലേക്ക് വരുന്ന ആളുകൾക്ക് ഔഷധമായിട്ട് പച്ചവെള്ളം കൊടുത്തു. പച്ചവെള്ളം കുടിച്ച് കുറെ ആളുകൾക്ക് സുഖേട് മാറിയെങ്കിൽ ആ മനുഷ്യന്മാരുടെ കാശ് നഷ്ടപ്പെടുന്നതിൽ നിന്ന്, ഇവിടെയുള്ള ഒരുപാട് മരുന്ന് കമ്പനികളുടെ രാസവസ്തുക്കൾ പള്ളയിലാക്കുന്നതിൽ നിന്ന് ആ മനുഷ്യര് രക്ഷപ്പെടുകയും പൈസ ലാഭം കിട്ടുകയും ചെയ്തിട്ടില്ലേ? ഈ ഒരു പണി ആരാദ്യം കാണിച്ചു തന്നത്? ആദ്യം കാണിച്ചത് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. വെള്ളം മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, തലയും മന്ത്രിച്ചു കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വിശുദ്ധമായ ഇസ്ലാമിന്റെ ഗ്രന്ഥങ്ങളിൽ ധാരാളം തെളിവുകൾ ഇതിന് കാണാൻ കഴിയും. ഈ ഒരു പണി ചെയ്തു എന്ന ഒരേ ഒരു കാരണത്താൽ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന മനുഷ്യനെ NDF-ന്റെ ആളുകൾ പോയിട്ട് കൊത്തി നുറുക്കി കൊന്നുകളഞ്ഞു. ഇല്ലായിരുന്നോ? ഫക്കീർ പാപ്പ സുന്നത്ത് ജമാഅത്തിന്റെ ഈ ഒരു ചെറിയ ചര്യ ചെയ്തു എന്ന ഒറ്റ കാരണത്താലാണ് ഞാൻ പറയുന്നത്. ആ ഫക്കീർ പാപ്പയെ കൊന്നതിന് ശേഷം പാർട്ടി ഫോറത്തിലെ ചില സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ ചോദിച്ചു, ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ, ചെയ്ത് തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടായി വിശദീകരണം ചെയർമാന്റെ വക ഉണ്ടായിരുന്ന വിശദീകരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? അത് അബദ്ധം പറ്റിപ്പോയതാ, ഒന്ന് കണ്ണുരുട്ടാനേ ഞങ്ങളന്ന് ചെറുപ്പക്കാരോട് പറഞ്ഞിട്ടുള്ളൂ.
കണ്ണുരുട്ടാൻ പറഞ്ഞപ്പോ പോയിട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ, നിങ്ങൾക്ക് ജീവിതകാലം ഖിയാമത്ത് നാൾ വരെ ആ ഫക്കീർ പാപ്പ എന്ന് പറയുന്ന നിഷ്കളങ്കരായ മനുഷ്യൻ, അയാൾ ആരാവട്ടെ, അയാളെ കൊന്നിരിക്കുന്ന ആ ചോരയുടെ പാപക്കറയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? മറുപടി പറയണം നിങ്ങൾ. ആ മനുഷ്യനെ കൊന്നതിൽ നിന്ന് 6-7 വർഷം മുമ്പ് കൊത്തി നുറുക്കി കൊന്ന് യമപുരിക്ക് അയച്ചതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? മറുപടി പറയേണ്ടത് NDF-കാരനാണ്, മറുപടി പറയേണ്ടത് പോപ്പുലർ ഫ്രണ്ടുകാരനാണ്, മറുപടി പറയേണ്ടത് ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ആളുകളാണ്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് പറഞ്ഞതുപോലെ കർണാടകയിലെ വിധാൻസഭയിൽ യെദ്യൂരപ്പ കയറിയിട്ട് കുഴപ്പമുണ്ടാക്കി തുടങ്ങിയപ്പോ അപ്പം മനസ്സിലാക്കുന്നത് നമ്മളൊരു ഷോക്ക് കൊടുത്തതാന്ന് പറഞ്ഞു മുസ്ലിങ്ങളുടെ വോട്ട് ഭിന്നിപ്പിച്ച് അവിടെയുള്ള മതേതര സ്വഭാവമുള്ള വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് അവിടെ ഉണ്ടാക്കിയത്. ഒരു പക്ഷേ ശരിയാണെങ്കിൽ ചെയ്തത് മഹാബത്ത, അല്ലെങ്കിലോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പഴയ കഥാപാത്രം പോലെ ഈ ചെറുപ്പക്കാരൻ NDF-കാരന് പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്താ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പഴയ കഥാപാത്രം പറയുന്നത്? ആടെ പെണ്ണിന് ഗർഭമുണ്ടായാലും ഇപ്പുറത്തുണ്ടായാലും അതിന്റെ അപ്പുറത്തുണ്ടായാലും ഒക്കെ പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അത് ഉമ്മളുണ്ടാക്കിയതാ, അതിന്റെ പിന്നിൽ ഉമ്മളായിരുന്നു എന്ന് പറയുന്ന ആ കഥാപാത്രത്തെ പോലെ പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ ചെയ്തത് ഏറ്റവും വലിയ ഭീകര പ്രവർത്തനമല്ലേ? ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്. എവിടെ ഏതെങ്കിലും സ്ഥലത്ത് ശത്രു വിജയിക്കുകയും മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇവരുടെ തലതിരിഞ്ഞ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 5-6 വർഷം മുമ്പ് മാറാട് കലാപം ഉണ്ടായി. മാറാട്ടെ 1ാമത്തെ കലാപം കഴിഞ്ഞു. അബൂബക്കർ സാഹിബ് അടക്കമുള്ള ആളുകളെ RSSകാർ വെട്ടിക്കൊന്നു. അതിന്റെ ശിക്ഷ വിധിച്ചു, ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. TP സുരേഷ് അടക്കമുള്ള അരേ സമാജത്തിന്റെയും BJP-യുടെയും ആളുകൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവിടേക്ക് മെല്ലെ ഇറങ്ങിച്ചെന്നു. മുഖമില്ലാതെ, പേരില്ലാതെ, പേര് പറയാതെ ചെറുപ്പക്കാരോട് പറഞ്ഞു കൊടുത്തു, ഇതിന് നമ്മൾ മറുപടി പറയണം, ഇല്ലെങ്കിൽ നമ്മൾ ആണുങ്ങളല്ല എന്ന് പറഞ്ഞു കൊടുത്തു. വഴി പറഞ്ഞു കൊടുത്തു, രൂപം ഉണ്ടാക്കി കൊടുത്തു. പാർട്ടിയുടെ ഉൾഫോറങ്ങളിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങളാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞു കൊടുത്തു. പുറമെ ഇറങ്ങിയപ്പോൾ പറഞ്ഞേ ഞങ്ങൾ ആരും അല്ല കേട്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആരും അല്ല ചെയ്തത്. ഉള്ളിൽ ചെന്ന് പ്രവർത്തകന്മാരോട് പറഞ്ഞു, ഞങ്ങളാ ചെയ്തത്. എന്റെ കാരണം അബൂബക്കർ സാഹിബ് അടക്കമുള്ള ആളുകളെ വെട്ടിനുറുക്കി കൊന്നതിന് പകരം ചോദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു 7-8 ആളുകളെ അവിടെ വെച്ചുകൊണ്ടന്ന് ക്രൂരമായി വെട്ടിക്കൊന്നത്. കടപ്പുറത്ത് കാറ്റുകൊണ്ടിരിക്കുന്ന BJP-യുടെ RSSന്റെ പ്രവർത്തകന്മാരെ വെട്ടിക്കൊന്നത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവരാണ് എന്ന് ഇവിടെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടില്ലേ? അവർ തന്നെ അവരുടെ ഉള്ളിൽ രേഖകളിൽ പറഞ്ഞിട്ടില്ലേ? ആ രൂപത്തിൽ പറഞ്ഞ കാര്യമാണല്ലോ അത്. എന്ത് സംഭവിച്ചു? മാറാടെന്ന് പറയുന്ന നാട്ടിൽ നിന്നും മുസ്ലിം ഉമ്മമാര് മുല കുടിക്കുന്ന കൈക്കുഞ്ഞുങ്ങളെയുമായിട്ട് പലായനം ചെയ്യേണ്ടി വന്നു, ഹിജ്റ പോകേണ്ടി വന്നു. കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് വരെ രാമനാട്ടുകരയിലെ പീടികയുടെ പിന്നാമ്പുറത്ത് അവിടെ ഇങ്ങനെ ആടിക്കളിക്കുന്ന പഴയ ഓടിട്ട കെട്ടിടത്തിന്റെ കഴുക്കോലിൽ കെട്ടിയുണ്ടാക്കിയ തൊട്ടിലിൽ ചെറിയ കുഞ്ഞുങ്ങളെ ഉറക്കുന്ന ഉമ്മമാരെ നമ്മൾ കണ്ടിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന വാളയാർ ചുരം കടന്നുകൊണ്ട് താഴേക്ക് വന്ന അണ്ണാച്ചികളായിരുന്നില്ല അത്. മാറാട്ട് നിന്ന് പലായനം ചെയ്യേണ്ടി വന്ന പാവപ്പെട്ട ഉമ്മമാർ, അവരുടെ സഹോദരന്മാർ, അവരുടെ തലമൂത്ത മക്കൾ, ഭർത്താക്കന്മാർ പോലീസ് പിടിച്ചുകൊണ്ടുപോയി 180 എണ്ണത്തിനോ കോഴിക്കോട് സബ് ജയിലിൽ പാർപ്പിക്കുകയും അവര് ക്രൂരമായിട്ട് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് അവരെ ഉള്ളിലാക്കുകയും ചെയ്ത് അവരൊരു ഭാഗത്ത് പോയപ്പോൾ ഈ പാവപ്പെട്ട പെണ്ണുങ്ങൾ പുറത്തേക്ക് പോന്നു, നാട് വിട്ടു പോരേണ്ടി വന്നു. അവരായിരുന്നു രാമനാട്ടുകരയിൽ, ഫറോക്കിൽ, ചെറുവണ്ണൂരിൽ കടയുടെ പീടിക തിണ്ണയിലേക്ക് സൈഡിലിരുന്നു കൊണ്ട് കിടന്നുകൊണ്ട് നരകിച്ചിരുന്നത്. ആര് വെടിവെച്ചു കൊടുത്തു? ആരാ വെടിവെച്ചു കൊടുത്തത്? മുസ്ലിം ജനസാമാന്യത്തിന്റെ, മുസ്ലിങ്ങളുടെ, മുസ്ലിം ജമാഅത്തിന്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കാന്ന് പറയുന്ന ആളുകളുടെ പ്രവർത്തനം കൊണ്ടുണ്ടായ ഒരു കാര്യം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടെ. കഴിഞ്ഞ 2010 കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സംഭവം എന്താ? പ്രൊഫസർ ജോസഫിന്റെ ഉയർത്തെഴുന്നേൽപ്പ് അല്ലേ? ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ PD കുഞ്ഞു മുഹമ്മദ് എഴുതിയിരിക്കുന്ന ഒരു നോവലിന്റെ, അതല്ലെങ്കിൽ ഒരു ചെറുകഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു ഭാഗത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ എഴുതിയുണ്ടാക്കിയിട്ട് സ്കൂളിലെ, കോളേജിലെ അവിടെയുള്ള ഇന്റേണൽ എക്സാമില് ആ ചോദ്യം ഇട്ട് കൊടുത്തു. കോളേജിൽ നടത്തുന്ന പബ്ലിക് എക്സാം ആയിരുന്നില്ല, ആ കോളേജിൽ നടത്തുന്ന ഇടയ്ക്കുള്ള ഒരു എക്സാമാ. അതിന് ചോദ്യം ഇട്ട് കൊടുത്തു. ആ ചോദ്യം തൊട്ടു പിറ്റേന്ന് കേരളക്കരയിലെ മുസ്ലിം ചെറുപ്പക്കാരുടെ മുഴുവനും മൊബൈലിലേക്ക് SMS ചെയ്തു കൊടുത്തു. ആരാ SMS ചെയ്തു കൊടുത്തത്? ഇവിടെ റസൂലുള്ളാഹി ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള ഇങ്ങനെ ചോദ്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചോദ്യം SMS മുഴുവൻ സ്ഥലത്തേക്കും അയച്ചു കൊടുത്തു. അത് വിവാദമായി.
പ്രൊഫസർ ജോസഫിനെതിരെ കോളേജ് കമ്മിറ്റി നടപടിയെടുത്തു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു, അയാൾക്കെതിരെ കേസ് വന്നു. അയാൾക്ക് അനുകൂലമായി മിണ്ടാൻ ഇവിടെയുള്ള ഒരു പുരോഗമന പ്രസ്ഥാനം ഉണ്ടായില്ല. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോ വേറെ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ യുക്തിവാദി സംഘടനകളോ ഒരാളുണ്ടായില്ല, ഒരാളും വന്നില്ല. അയാൾ പാതാളത്തോളം താഴ്ന്നുപോയി പ്രൊഫസർ ജോസഫ്. ഇല്ലേ? സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തുന്ന രൂപത്തിലുള്ള ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയിട്ട് മുസ്ലിങ്ങളുടെ മനസ്സ് വേദനിച്ചപ്പോ ഇവിടെയുള്ള ഹൈന്ദവ സഹോദരന്മാരും ക്രൈസ്തവ സഹോദരന്മാരും ഇവിടെയുള്ള മതമില്ലാത്തവരും ഈ മുസ്ലിം ജനസാമാന്യത്തിന്റെ കൂടെ ഒന്നിച്ചു നിന്നുകൊണ്ട് അവര് പറഞ്ഞു, നിങ്ങളുടെ ഈ വേദനയിൽ ഞങ്ങളും പങ്കുചേരുന്നുണ്ട്, അയാൾ ചെയ്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാതാളത്തോളം അയാൾ താഴ്ന്നു പോകാൻ അത് കാരണമായി. കുറച്ചു ദിവസം കഴിഞ്ഞു, ജോസഫ് പള്ളിയിൽ പോയിട്ട് വരിക, ഞായറാഴ്ച. പെട്ടെന്ന് അവർ ഒന്നീര് കുറച്ച് ചെറുപ്പക്കാർ വരുന്നത് വീടിന്റെ മുമ്പിലെത്തിയിട്ട് ആദ്യം ബോംബിട്ടുകൊണ്ട് വലിച്ചു പുറത്തേക്കിട്ടു. റോട്ടിൽ വെച്ചുകൊണ്ട് പ്രൊഫസർ ജോസഫിന്റെ കൈ രണ്ടും അങ്ങോട്ട് വെട്ടിമാറ്റി. തന്റെ ഭാര്യയുടെ, തന്റെ അമ്മയുടെ, മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ കുട്ടികളെ വലിച്ചപ്പുറത്തേക്ക് എറിഞ്ഞുകൊണ്ട് ക്രൂരമായ രൂപത്തിൽ ആ മനുഷ്യന്റെ കൈവെട്ടി. അതോടുകൂടി എന്ത് സംഭവിച്ചു? നേരത്തെ പാതാളത്തിലെ താഴെ പൊട്ടക്കിണറ്റിന്റെ താഴേക്ക് താഴ്ന്നുപോയ ജോസഫ് എന്ന് പറയുന്ന വർഗീയവാദി യേശുവിനോളം ഉയരത്തിലേക്ക് ഉയർന്നു വന്നു. NDF കാരൻ ചെയ്ത പണിയുണ്ടായിരുന്നില്ല ഇത്? കൈവെട്ടിയപ്പോ എന്ത് ചെയ്തു? കേരളം ഒന്നിച്ച് ജോസഫിന്റെ കൂടെ വന്നു. VR കൃഷ്ണയ്യർ ദ ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിൽ ജോസഫിന് അനുകൂലമായി ലേഖനം എഴുതിയില്ലേ? VR കൃഷ്ണയ്യരെ പോലെയുള്ള മതേതരവാദി പോലും ജോസഫ് എന്ന് പറയുന്ന മനുഷ്യന് വേണ്ടിയിട്ട് അനുകൂലമായി ലേഖനം എഴുതിച്ചത്, മുസ്ലിങ്ങളെ ഇക്കാണുന്ന രൂപത്തിൽ ഒരു അരിക്കാക്കി മാറ്റിയത്, ഒരു മൂലയിലേക്കാക്കി മാറ്റിയത് ആരുടെ പ്രവർത്തനം കൊണ്ടാ? സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രവർത്തനം കൊണ്ടായിരുന്നോ? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനം കൊണ്ടായിരുന്നു? ഇവിടെയുള്ള ഏത് പ്രസ്ഥാനമായിരുന്നു ഇതിനുവേണ്ടി പ്രവർത്തിച്ചത്? അതിനുവേണ്ടി പ്രവർത്തിച്ച പ്രസ്ഥാനം ഈ പറയുന്ന പ്രസ്ഥാനമല്ലാതെ വേറെ ഏത് പ്രസ്ഥാനം? അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ റമദാനിൽ തെക്കൻ കേരളത്തിൽ എത്ര കുടുംബങ്ങളിൽ വൈകുന്നേരം നോമ്പ് തുറക്കുന്ന സമയത്ത് കാരക്കയുമായിട്ട് വീട്ടിലേക്ക് വരേണ്ട ചെറുപ്പക്കാർ ജയില അഴികൾക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ടി വന്നു? ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ആ മുസ്ലിങ്ങളുടെ രക്ഷകന്മാരായിട്ട് നടക്കുന്നത്. ഗൾഫ് പോയി പിരിവെടുത്തുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നാദാപുരത്ത് ബിനുവിനെ കൊന്നത് ഞങ്ങളാണ്. ഇവിടുന്ന് പറയൂല, ഗൾഫ് എന്നാ പറയുന്നത്. നാദാപുരത്ത് ബിനുവിനെ കൊന്നത് ഞങ്ങളാ. ബലാത്സംഗ വീരനായിട്ട് നടന്ന ബിനുവിനെ നാദാപുരത്ത് വെച്ച് കല്ലാച്ചിയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കൊന്നതിന് ശേഷമാണ് അവിടെ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് പത്തി മടക്കാൻ കഴിഞ്ഞത്, പത്തി മടക്കിയത്. നിങ്ങളൊക്കെ ഗൾഫിൽ കഷ്ടപ്പെട്ട് അധ്വാനിക്കുമ്പോ നിങ്ങളുടെ കുടുംബത്തെ പോറ്റുന്നത് ഞങ്ങളാണ്, അതുകൊണ്ട് സാമ്പത്തികമായി സഹായിക്കണമെന്ന് പറഞ്ഞ് പിരിവെടുത്തുക. നാദാപുരത്ത് കലാപടങ്ങി, കല്ലാച്ചിയിൽ നല്ല കലാപടങ്ങില്ല അല്ലേ? മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടത് മുഴുവനും നാശത്തിലേക്ക്, മുസ്ലിങ്ങളുടെ കഴിഞ്ഞ 10 കൊല്ലക്കാലം കൊണ്ട് ഈ കാണുന്ന പരുവത്തിലേക്ക് കൊണ്ടുപോയി കേരളത്തിലെ പാവപ്പെട്ട ചെറുപ്പക്കാരെ പോലും സംശയിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനം ഈ ഒരു പ്രസ്ഥാനം മാത്രമാണ്. അല്ല എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഈ ഒരു പ്രസ്ഥാനമല്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്? RSSകാരൻ എത്ര വളർന്നു ഇതിന്റെ ശേഷം? RSSകാരൻ എത്രമാത്രം ഇതിന്റെ ശേഷം വളർന്നു വന്നത്? ഈ ഒരു പണി ചെയ്തതിന്റെ ശേഷം, ഈ രൂപത്തിൽ അവർ ചെയ്തതിന് ശേഷം അവർക്ക് ശാഖ കൂടി. ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശാഖകൾ RSSനുള്ള സ്ഥലമായിട്ട് കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനത്തെ മാറ്റിയെടുത്തതിന്റെ പിന്നിൽ ആദ്യം പ്രവർത്തിച്ചയാൾ അയാളെ വഴിക്ക് പോയി. രണ്ടാമത് പ്രവർത്തിച്ച പ്രസ്ഥാനം അവരിപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇതാ നമ്മൾ കാണുന്നു. RSSന്റെ വലിയ ശക്തി നമ്മൾ കാണുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ ഇവർ രണ്ടു കൂട്ടരും ടൈയപ്പ. RSS NDF എന്താ കാരണം? ഒന്നുമില്ലാതെ ഓലപ്പടക്കുമായിട്ട് ചെന്ന് പാവപ്പെട്ട മനുഷ്യന്മാരെ ഭീഷണിപ്പെടുത്തിയിട്ട് ഞങ്ങൾ ഈ കലാപം മുഴുവനും ഇല്ലാതെയാക്കി അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കാണുന്ന രൂപത്തിൽ ഇറങ്ങി പുറപ്പെട്ട ആളുകളായിരുന്നില്ലേ ഇതിന്റെ കാരണക്കാരായിരുന്നത്? SSFന്റെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട കഴിഞ്ഞ ടൈമിലെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ മിസ്ബാഹി ചൊക്ലി അടുത്തായിരുന്നു ദർസ് നടത്തുന്നത്.
ആ ചൊക്ലിയിൽ നിന്ന് ചൊക്ലിയിലെ പള്ളിയിൽ ദർസ് നടത്തിയിട്ട് ദർസിലേക്ക് രാത്രി ഭക്ഷണം കഴിച്ചു പോകുന്ന കുട്ടികളെ RSSകാർ പിടിച്ചാക്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞ 2 വർഷം മുമ്പ്. എന്തേ കാരണം? പിടിച്ചാക്രമിച്ചു. അവസാനം പള്ളി കമ്മിറ്റിയുടെ ജമാഅത്തിന്റെ ആളുകൾ അവിടെയുള്ള ഹൈന്ദവരായ ആളുകളെ കണ്ടിട്ട് പറഞ്ഞു, ഈ കുട്ടികൾ രാത്രി ഇങ്ങനെ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ആരോ കയറിയിട്ട് ആക്രമിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കണം. ഇന്ന ഭാഗത്ത് നിന്ന് അക്രമം വരുന്നത്, അവർക്ക് നേരെ കല്ലെടുത്തെറിയ, അവർക്ക് നേരെ ചീമുട്ടേറിയ, അവരുടെ തലേക്കെട്ട് എടുത്ത് എറിഞ്ഞിട്ട് ഓടിക്കളയ. ഈ രൂപത്തിലുള്ള പ്രവർത്തനം വന്ന സമയത്ത് ഈ പാവപ്പെട്ട കുട്ടികളെ ആക്രമിക്കുന്ന ആളുകൾ ആരാണ് എന്ന് മെല്ലെ ഇവർ അന്വേഷിച്ചു നോക്കി. ഹൈന്ദവ സമൂഹത്തിന് അന്വേഷിച്ചാൽ കിട്ടുമല്ലോ, മെല്ലെ പോയി അന്വേഷിച്ചു നോക്കി. അങ്ങനെ അന്വേഷിച്ചു നോക്കിയ സമയത്ത് അവിടെയുള്ള RSSന്റെ പ്രവർത്തകന്മാര് അവര് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അവര് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല ഇതിങ്ങനെ SYSലെ ഒന്നും കുട്ടികളാണെന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ വിചാരിച്ചത് ഇത് NDFകാരാണ് എന്നാണ് ഞങ്ങൾ